ഓളെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല, അതല്ലെങ്കിൽ ഒരിക്കലും തന്നെ നീയുമായി ഞാൻ യോജിക്കില്ല എന്ന് പറയും. ഉമ്മ എന്താണ് അവളുടെ കുറ്റം? അതൊന്നും നിന്നോട് ചോദിക്കണ്ട. ഉമ്മ പറയുന്നത് ശരിയല്ല എന്ന് വളരെ പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തലാക്ക് ചെല്ലേണ്ടതില്ല. ഉപ്പ പറഞ്ഞാലും തലാക്ക് ചെല്ലേണ്ടതില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സഹാബി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മോളെ ഭാര്യനെ തലാക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അമറ അബീ, എന്റെ ഉപ്പ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന നുതല്ലഖ ഇംറാത്തി, എന്റെ ഭാര്യനെ തലാക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണോ നബി തങ്ങളെ? നബി തങ്ങൾ പറഞ്ഞു, വേഗം പോയി തലാക്ക് ചെല്ലിക്കോ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞതിന് എതിരാപ്പത്തിട്ടോ, അത് മനസ്സിലാക്കാം നിങ്ങൾ. നിതാക്ക് എല്ലി എന്ന് പറഞ്ഞു, അതായത് ബാപ്പ പറഞ്ഞാൽ കൂട്ടാക്ക് തലാക്ക് എല്ലെന്ന് അവിടെ പറഞ്ഞു. ഇവിടെ ഇമാം ഷാഫി റളിയല്ലാഹു എന്ത് പറയുന്നു? തലാക്ക് ചെല്ലണ്ട. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ടിട്ട് അതാ ഒരാൾ പറയുകയാണ്, എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ ഭാര്യനെ തലാക്ക് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഭാര്യയുടെ സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ യഥാർത്ഥമായ സത്യത്തോടുകൂടെ ചോദിച്ചറിയും എല്ലാം പറഞ്ഞിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞു, വേണ്ട തലാക്ക് ചെല്ലണ്ട. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ ഇവിടുന്ന് അങ്ങനെ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സ്വന്തമായിരിക്കുന്ന മകന്റെ ഭാര്യനെ തലാക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോ റസൂൽ തലാക്ക് ചെല്ലാനല്ലേ പറഞ്ഞത്, അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ചെല്ലണ്ടേ? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ മർത്തബയിലുള്ള ആളല്ല, അതുപോലെയുള്ളതാ ഇബ്നു ഉമറിന്റെ മർത്തബയിലുള്ള ആളുമല്ല, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളവനുമല്ല. കാര്യത്തിന്റെ കഥകൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരിക്കലും തന്നെ തലാക്ക് ചെല്ലേണ്ട കടപ്പാടുകളില്ല. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞിടത്ത് തലാക്ക് ചെല്ലാനുള്ളതായ കടപ്പാടുകളും ബാധ്യതകളും ബാധ്യസ്ഥകളും ഉണ്ടായതുകൊണ്ട് അതിനു വേണ്ടി പറഞ്ഞതാണ്. ആ മക്കാമിലേക്ക് നീ എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇപ്പോൾ ഉടനെ വീട്ടിലേക്ക് ഭാര്യയുമായി പോകണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ പെണ്ണുങ്ങളെ അങ്ങനെയുള്ളൊരു അവസ്ഥകളില്ല, നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങളെല്ലാം സന്തോഷകരമായി കൊണ്ട് ഭർത്താവിന്റെ ഉമ്മ നമ്മുടെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ ഭർത്താവിന്റെ ഉമ്മ. പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു? ഉമ്മഹാത്തു നിസായിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഭാര്യന്റെ ഉമ്മ നമ്മുടെ ഉമ്മ. അള്ളാഹു തൊട്ടാൽ ഉള്ളുമുറിയില്ല, കാണൽ ഹലാലാണ്, ഖിയാമത്ത് വരെ ഭാര്യ മരിച്ചാലും ഭാര്യനെ തലാഖ് ഇല്ലാലും എന്ന് നിശ്ചയിച്ച ആ ഭർത്താവിന്റെ ഉമ്മമാര് നമ്മുടെ ഉമ്മമാരാണ്. അവളെ ഒഴിവാക്കിയാലും ആ ഉമ്മനെ പോയി കാണാം, ആ ഉമ്മനെ തൊടാൻ വിരോധമില്ല. അത്ര മഹത്വമുള്ളതായ ഒരു സ്ഥാനമാണ്. അതുപോലെ തന്നെയാണ് ഈ പെണ്ണിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉപ്പയും അത്ര വലിയതായിരിക്കുന്ന ബഹുമാനത്തോടുകൂടെ അവരെ പോറ്റുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് സേവനം ചെയ്യാവുന്ന ഒരു കടപ്പാട് നമ്മളിലുണ്ട്. അതുകൊണ്ട് ആ ഭർത്താവിന് ഉമ്മായുടെ ശാപം ഉണ്ടാക്കി തീർക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായാൽ അതിന്റെ ഒരു ഓഹരി നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടാവും. ആ ഭർത്താവിന് കേടുവന്നാൽ നിങ്ങൾക്ക് കേടാണ്, ദുന്യാവിൽ കേടാണ്, ആഖിറത്തിൽ കേടാണ്. മുസ്ലിമായിട്ട് ഭർത്താവ് മരിക്കാതിരിക്കാൻ നിങ്ങൾ കാരണക്കാരാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോ 3 കടപ്പാട് ഉമ്മാനുണ്ട്. 4മതാണ് വാപ്പാക്കുള്ള കടപ്പാട്. നിങ്ങൾ ചിന്തിച്ചു വെക്കാം, വാപ്പ ഗർഭം ധരിച്ചിട്ടില്ല, അപ്പൊ വിനാവിഷമങ്ങൾ വാപ്പാക്കില്ലല്ലോ. വാപ്പ മുമ്പ് മാംസം കൂടുതൽ ഇപ്പൊ കുറച്ച് കൂടുതൽ കൂട്ടാ, ഇറച്ചിയൊക്കെ 1 കിലോ 2 കിലോ തിന്ന. ഭാര്യ ഗർഭിണി അറക്കില്ല മൂപ്പര്, കാരണം പേടിയാ. ഭാര്യ ഗർഭിണിയായ ആദ്യ ആൾക്ക് അറിവുള്ള ആളുകൾ അറക്കില്ല, കോയിന് അറക്കില്ല, ആട് ഇറക്കില്ല. എന്ത് ഭാര്യ ഗർഭിണിയാ? എത്രത്തോളം ഒരു പാമ്പിനെ പോലും കൊല്ലില്ല. എന്താ പാമ്പിനെ കൊല്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാമ്പിനെ ഒരാൾ കണ്ടിട്ട് കൊല്ലാതെ വന്ന അവൻ എന്നിൽപ്പെട്ടവനല്ല, അപ്പൊ ലൈസമിന്നി, അവൻ ശരിയായ മുസ്ലിമല്ല. പക്ഷേ ഭാര്യ ഗർഭിണിയാണെങ്കിലോ പാവം ചെയ്യാൻ പാടില്ല. അത്ര സൂക്ഷ്മതയാണ് അർത്ഥം. കോയിനെ തിന്നലും വേണ്ട, അറക്കില്ല. വേറെ ആരെങ്കിലും അർത്ഥം വേറെ സാപ്പിടാൻ കുഴപ്പമില്ല. ആടിനെ ഇറക്കില്ല, ഉറുമ്പിനെ പോലും കൊല്ലില്ല എന്നർത്ഥം. അത്ര സൂക്ഷ്മത. അതൊക്കെ മൂപ്പരുടെ തീരുമാനങ്ങൾ എന്നർത്ഥം. അപ്പോ ഈ വിഷമങ്ങളൊന്നും ബാപ്പക്കുണ്ടായില്ല. പ്രസവിക്കുന്ന അതും ബാപ്പാക്കുണ്ടായില്ല. അപ്പൊ 2 നിലക്കും ബാപ്പാക്ക് കടപ്പാടില്ല ആ വിഷയത്തില്. 3മത്തതായിരിക്കുന്ന പോറ്റുക എന്നുള്ള കടപ്പാട് പ്രസവിച്ചതിന്റെ ശേഷമായിട്ട് ബാപ്പന്റെ ബെഡിൽ കുട്ടി മൂത്രം ഒഴിച്ചിട്ടില്ല, വസ്ത്രത്തിൽ ഒഴിച്ചില്ല, കാഷ്ടിച്ചില്ല. എന്തിനേറെ പറഞ്ഞു, കൂടുതൽ കരയാണെങ്കിലോ ആ ബായിക്ക് ചോക്കില്ല. അങ്ങനെ സമ്മതന ഒരൊറ്റ പോക്ക. രാത്രി കിടന്നിട്ട് ഉമ്മ കിടന്ന് ആ കഷ്ടപ്പെട്ട് ഉറങ്ങാൻ കഴിയാതെ കണ്ട് പൊരിയുമ്പോ ബാപ്പ അന്തസായി ഒരു കുട്ടിയും കൂടി വലിഞ്ഞു പോകുന്നു. വലിക്കുക ഒരു പ്രശ്നം ഒത്തിരിക്കില്ല. ഇയാൾക്ക് എന്ത് കടപ്പാടാ? ഇനി അഥവാ കുട്ടി മൂത്രം വെച്ചാ കുട്ടി കൊണ്ടേക്കാ, കുട്ടി മൂത്രം വെച്ചാ ആകെ നാശമാക്കി, കൊണ്ട് കഴുകിക്കൊണ്ടാ. മൂപ്പര് വലിയ ആളായിട്ട് ഒന്നും അറിയാത്ത പോലെ, മൂപ്പര് ഈ സംഭവത്തിന് ഒന്നും അറിയാത്ത മാതിരി. ഈ ആദ്യ ആൾക്ക് കടപ്പാട് കൊടുത്താൽ എന്താ പിന്നെ കൊടുക്കേണ്ടത്? വളരെ യുക്തിപരമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാന്റെ കടപ്പാടുകൾ 3 കൊടുത്തതിന്റെ ശേഷമായി ഉമ്മാബൂക്ക, പിന്നെ വാപ്പയാണ്. എന്തിനാ വാപ്പാക്ക് കടപ്പാട് കൊടുത്തത്? വാപ്പാക്ക് ഇവരെ സംരക്ഷിക്കാനുള്ള, ഈ ഉമ്മാനെയും മക്കളെയും പോറ്റാനുള്ള അധികാരങ്ങൾ. അർരിജാലു ഖവാമൂന അലന്നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് ഫസാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അവർക്കുള്ള അധികാരമാണ്. ഇവരെ പോറ്റണം. ഇവർക്ക് വേണ്ടതായിരിക്കുന്ന ഭക്ഷണ സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, വസ്ത്ര സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം വാപ്പിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതിനു വേണ്ടി അവൻ പുറത്തുപോയി അധ്വാനങ്ങൾ, കച്ചവടങ്ങളായും ജോലികളായിട്ടും എന്തെല്ലാം ഹലാലായ മാർഗങ്ങളുണ്ടോ
ആ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കാനുള്ളതായ കൽപ്പന ആരോടാകുന്നു? പിതാവിനോടാകുന്നു. അത് ചിന്തിക്കാതെ കണ്ട് ഏതെങ്കിലും വഴിക്ക് നടന്ന് അലഞ്ഞിരിഞ്ഞ് നടന്നാലും കുറ്റക്കാരനാകുന്നു. പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നാലോ കുറ്റക്കാരനാകുന്നു. ദിക്റും സലാത്തും ദശവിമാലയും താടിയും വീശൊക്കെ ആയിട്ട് നടക്കുക. കുട്ടികളാകെ പ്രശ്നയില്ല, ബേജാറുള്ള ആർക്കാ കുറ്റം? ഉമ്മാക്കാണോ? അല്ല, ഉപ്പാക്ക. മുപ്പത് വലിയ നിസ്കാരക്കാരനാ. എന്ത് നിസ്കാരക്കാരൻ? നിസ്കാരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുപോലെ എല്ലാറ്റിനും പരിധിയുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാൾ പള്ളിയിൽ വന്ന് ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും വലിയ ആളായിട്ട് ഇങ്ങനെ വലിയ ആബിദായിട്ട് ഇങ്ങനെ കൂടാ. അവർ ചോദിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ വിവരങ്ങളൊക്കെ എന്താണ്? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചോദിച്ചു ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആ കല്യാണം കഴിച്ച കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ഉണ്ട്. എത്ര ഉണ്ട്? ഒരു ഓട്ട മക്കളുണ്ട്. എന്താ അതിന് പണിയൊന്നും ഇല്ല, ഏതാറായി നടക്കുക. പോടെ ഇറങ്ങടാ, പുറത്തു പോയിട്ട് ജോലി അന്വേഷിക്കുന്നു. ജോലി എടുക്കും, മക്കളെ പോറ്റു. മൊഴിയിലുണ്ടല്ലോ, അതായത് മക്കളുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ജോലിയെ തൊട്ട് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അന്വേഷിച്ചുകൊണ്ട് ഹലാലായ വഴികൾ കണ്ടുപിടിച്ചോളണം. ഹലാലായ മാർഗങ്ങൾ ഏതെങ്കിലും മാർഗത്തിലൂടെ മക്കളെ പോറ്റാൻ നമ്മൾ കൽപ്പനയില്ല. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതെന്താ? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് വാങ്കിയുൽ ആ വിവാഹം കഴിക്കുന്നതായ ആളുകളായാൽ ഫുഖറാ, ഒരു സാധുക്കളായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ ചെറിയ സൗകര്യങ്ങളാണെങ്കിൽ അള്ളാഹു പറയുകയാണ് യുഗ്നീഹിമുള്ള, അള്ളാഹു ഒരു ഐശ്വര്യം കൊടുക്കുന്നതാണ്. അപ്പൊ മക്കളുണ്ടായാലൊന്നും ബേജാറാവാനില്ല. അതിനുള്ള വഴികൾ കുറച്ചും കൂടി വിശാലമാകും. അവരെ ജീവിപ്പിക്കാനും പോറ്റുവാനുള്ളതൊക്കെ അവരെ കൈക്കൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നേരത്തെ കുറച്ച് വിഷമമാണെങ്കിൽ തന്നെ നല്ല ധൈര്യത്തോടുകൂടെ ചെറിയ കഴിവുള്ളതായ ആള് കല്യാണം കഴിച്ചുകൊണ്ട് ജോലി ചെയ്താൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. അവന് കച്ചവടത്തിൽ ലാഭം കൊടുക്കും. എല്ലാറ്റിലും ഒരു ബറക്കത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കാമെന്നൊരു വാഗ്ദാനമുണ്ട്. എത്രയോ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ കാലത്തുള്ള സാലിഹ്യങ്ങൾക്ക് അനുഭവിച്ചതുമാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ബാപ്പാക്ക് ഇതിലൊന്നും കടപ്പാടില്ലാത്തത് കൊണ്ട് ബാപ്പാക്ക് വരെ പോറ്റുന്ന കടപ്പാടാണ്. പക്ഷേ നെസബിയായ ബന്ധങ്ങൾ ബാപ്പയുമായിട്ടാണല്ലോ. നെസബ ചേരുന്നത് ബാപ്പയിലേക്കാണ്. പുരുഷൻ എന്ന് പറയപ്പെടുന്ന ഒരു പദവി അവനിലുണ്ടല്ലോ. സ്ത്രീ പൊതുവെ ദുർബലയാണ്, ബലഹീനതയാവുന്നു. സ്നേഹം പോലെയല്ലോ മറ്റു കാര്യങ്ങളൊക്കെ. ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഉള്ള യോഗ്യത സ്ത്രീകൾക്കില്ല. ധൈര്യം എന്ന് പറയുന്നത് പൊതുവേ അവർക്ക് കുറവാകുന്നു. ഏതെങ്കിലും ഒരു നല്ല ധൈര്യം, നല്ല ജഡ്ജിയാണ്, അതൊക്കെ സംഗതിയൊക്കെ അതായി. ചില ആളുകൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞേക്കാം, സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ കത് ബാലത്ത്, അതായത് ബൗല് കത് ഹറജ, മനസ്സിലായില്ലേ? പേടിച്ചിട്ട്, അതായത് പിടിച്ചു നിർത്താനുള്ള കഴിവ് അവർക്കില്ല, ഞരമ്പ് ശക്തിയില്ല. അതുകൊണ്ടാണ് അക്കല് നാഖിസാകുന്നു. അപ്പൊ ബാക്കിയുള്ളതായിരിക്കുന്ന യോഗ്യതയും കഴിവുകളൊക്കെ നെസബ, അത് ഉപ്പയിലേക്കാണ്. അതുകൊണ്ടാണ് ബാപ്പാക്കും ഹജ്ജ് ചെയ്യിപ്പിക്കണം, ഉമ്മാക്കും ഹജ്ജ് ചെയ്യിപ്പിക്കണം. ഒരു മസാല അതോടുകൂടെ പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ബാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിട്ട് മരിച്ച വാപ്പയാണ്. എപ്പോഴാണ് നിർബന്ധമാകുക എന്നുള്ളതൊക്കെ നമുക്ക് പറയും. ഉമ്മാക്കും അതുപോലെ നിർബന്ധമായതിന്റെ ശേഷമാണ് മരിച്ചത്. വാപ്പയും ഉമ്മയും ഹജ്ജ് ചെയ്തില്ല. പിന്നെ മകനൊരു ബോധം തോന്നിയപ്പോൾ അവർ ഹജ്ജ് ചെയ്യിപ്പിക്കണം. ഹജ്ജ് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം. ഒന്നിച്ചു പോകാനുള്ള സൗകര്യങ്ങളിനുണ്ടെങ്കിലും മൂപ്പർക്ക് ഉദ്ദേശമില്ല. എന്നാൽ ആർക്ക് വേണ്ടിയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണല്ലോ സംശയമുള്ളത്. നിങ്ങൾ എല്ലാവരും പറയുന്നു ഉമ്മാക്ക് വേണ്ടി ചെയ്യണമെന്നാ. പക്ഷേ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കാലിപ്പന അങ്ങനെയല്ല, വാപ്പാക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. നിങ്ങൾ സ്നേഹത്തിന്റെ അവിടേക്കാ പോയത്. 3 സ്നേഹം കടപ്പാട് ഉമ്മാക്കുള്ളത് കൊണ്ട് ഉമ്മാക്കാണ് മുമ്പേ ചെയ്യണമല്ല, ബാപ്പക്ക് വേണ്ടി ചെയ്യണം. നസബിയായ ഹക്കാണ്. മാന്യതയും യോഗ്യതയൊക്കെ നിലനിർത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നത്. ബാപ്പല്ല എന്ന് പറഞ്ഞാൽ പോയില്ലേ കാര്യം. ഉമ്മല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല, അത് വേറെ പ്രശ്നം. ബാപ്പല്ലാന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതാ ഒരു സഹാബി അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു തങ്ങള് മറ്റൊരു ആളുമായി ചെണ്ട കൂടി ചീത്ത പറഞ്ഞപ്പോ ഉമ്മാന്റെ മോനെ എന്ന് വിളിച്ചുപോയി. ഫാത്തിമാന്റെ മോനെ, ഖദീജയുടെ മോനെ എന്ന് പറഞ്ഞു. ആ സഹാബി കരഞ്ഞുപോയി, വിഷമിച്ചു പോയി. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് സബനി അബൂദർ, നമ്മുടെ സ്നേഹിതനായ അബൂദർ എന്നെ ചീത്ത പറഞ്ഞു. നബി എന്താ പറഞ്ഞത്? അവൻ എന്നെ എന്ത് ചെയ്യുന്നതാണ്? ഖദീജയുടെ മകനെ അല്ലെങ്കിൽ ഫാത്തിമയുടെ മകനെ എന്ന് വിളിച്ചുപോയി. അതിപ്പോ ഒരു ചീത്ത. ഫാത്തിമാന്റെ മോനെ പറഞ്ഞത് അത് ചീത്ത, വലിയ ആക്ഷേപമുള്ള ചീത്തയാണ്. എന്താ? തന്തല്ലാത്തോനേതാ? ഫാത്തിമയുടെ മോനെ എന്ന് പറഞ്ഞാല് മുഹമ്മദിന്റെ മകനെ എന്ന് പറയാൻ അവിടെ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് തന്തയില്ലാത്തവനെ, ബാപ്പയില്ലാത്തവനെ എന്നാണ് എന്നെ വിളിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂദർറേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഇന്നക്കംറൂം ഫീക ജാഹിലിയാ. ഇതൊക്കെ ചീത്ത പറയാ, ബാപ്പല്ലാത്തവനെ, തന്തല്ലാത്തവനെ, തള്ളല്ലാത്തവനെ, തെണ്ടി, ചണ്ടി, പിണ്ടി എന്നൊക്കെ പറയുന്ന പദങ്ങള് ഇതൊക്കെ ജാഹിലിങ്ങൾ പറയേണ്ടതല്ലേ? ഇത് മാന്യന്മാർക്ക് ചേർന്നതല്ലല്ലോ. ഇതൊന്നും മാന്യന്മാർക്ക് ചേർന്നല്ലോ. എന്താ നിങ്ങൾ അവനെ പറഞ്ഞത്? ഫാത്തിമാന്റെ മോനെന്നാ പറഞ്ഞത്, തന്തല്ലാത്തവനെന്നാ, വാപ്പല്ലാത്തവനെന്നുള്ള ഈ പദമൊന്നും നമുക്ക് ചേർന്നല്ല. മേലിൽ അങ്ങനെ പറഞ്ഞു പോരുത്.
അപ്പൊ ബാപ്പല്ല എന്ന് പറഞ്ഞതായിരിക്കും നമ്മുടെ അന്തസ്സിന് കുറവാണ്, നമുക്കെല്ലാം കൊണ്ടും അഭിമാനത്തിന് നഷ്ടമായതുകൊണ്ട് ബാപ്പാക്കുള്ള കടപ്പാടുകളാണ് ഈ വിഷയത്തിൽ മുന്തിക്കേണ്ടതും. ബാപ്പാക്ക് യോഗ്യതകളുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ പരിശുദ്ധമായ കർമ്മത്തിന് പോകുന്ന സമയത്ത് ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയണം, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ പ്രാവശ്യം എനിക്കുള്ള ഞാൻ ഹജ്ജിന് പോവുകയാണ്, അതുകൊണ്ട് ഉപ്പയും ഉമ്മയും എനിക്ക് സമ്മാനം തരണം. ഞാൻ പോണോ പോണ്ടേന്നല്ല, പോണോ പോണ്ടേ ചോദിച്ചാൽ വിവരജാത എന്താ അറിയാ, പിന്നല്ലേ ഉമ്മ പറയും എന്താടാ അറിയിച്ച ചൂടാ വിനാന്ത ബാപ്പ ഇവിടെ ഹജ്ജിനൊന്നും പോകാൻ വേണ്ടിയിട്ട് പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഹജ്ജിന് പോവുക, ആരാടാ എനിക്കത് പറഞ്ഞത്? അത് ഞാൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഉസ്താദ്മാരൊക്കെ എന്താ ഉസ്താദാടാ, നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാർ നല്ല മുജര് നാടിപ്പിച്ചേരുള്ള മുജര് വള്ളിക്കല്ല ഈ കാലം വരാലും പറഞ്ഞിട്ടാ. ഓ ചെറു ഉസ്താദ് ഇന്നലെ പറഞ്ഞതല്ല, അങ്ങനെയല്ല പറഞ്ഞത്, ആ മണ്ണ് നല്ല മണമുള്ള മണ്ണാണ്. ഇവിടെ ഉസ്താദിന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എന്താണ് എന്റെ മോനാടെ പണി? എന്റെ മോൻ ഉസ്താദിന്റെ പണിയാണ്. എന്റെ കുട്ടികളെ അറിവ് പോലും പഠിച്ചിട്ടില്ല, മദ്രസയിൽ പോയിട്ട് പോലും എന്റെ കുട്ടിക്കാടെ പോയി ഉസ്താദിന്റെ പണി കിട്ടിയല്ലേ, എന്നാ മണ്ണിന്റെ ഗുണം തന്നെയാണ്. ഈതള്ള പറഞ്ഞ എന്താ ഉസ്താദാടാ, നാട്ടിലെ ഉസ്താദന്മാരും മുല്ലന്മാരൊക്കെ അവർ പറഞ്ഞത് ഇതുവരെ ഹജ്ജിന് പോവേ, ഓ അവിടേക്കൊന്നും എത്തിയില്ലാക്കാകുമ്പോ ഞങ്ങൾ പറയണ്ടേന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാം, ഇതിനൊക്കെ വഴികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് പറയാനുള്ള രൂപങ്ങൾ വളരെ ബഹുമാനത്തോടുകൂടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വാപ്പാ ഉമ്മ ഞാൻ ഇങ്ങനെ പോകാനുള്ള ചാൻസുകളുണ്ട്, നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഇനി അഥവാ എനിക്ക് സാധിക്കാതെ വന്നാൽ ഞാൻ കുറ്റക്കാരനാകുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഉപ്പയും ഒക്കെ സന്തോഷത്തോടെ സമ്മാനം തരണം, എനിക്ക് വേണ്ടി ദ്വാരക്കണം, പ്രധാനപ്പെട്ടതായ കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല, എനിക്ക് ആഭ്യത്തിനും തൗഫീഖിനും വേണ്ടി ഞങ്ങളെല്ലാവരും ദ്വാരക്കണമെന്നുള്ള ആ വിനയത്തിന്റെ എന്തെല്ലാം അടവുകളും സൂത്രങ്ങളും വേണ്ടി വന്ന ആ ചെറിയ കളവിന്റെ വാക്കുകളൊക്കെ ചേർത്തിട്ടെങ്കിലും നിങ്ങൾ അവരുടേതായ പൊരുത്തങ്ങൾ വാങ്ങി വെക്കേണ്ടതാകുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവരദോഷത്തിന്റെ പേരിലായി ബാപ്പാക്കും ഇഷ്ടമില്ല, ഉമ്മാക്കൊന്നും ഇഷ്ടമില്ല, ഓരൊക്കെ പിന്നെ ഒരു മറുപടി ഒന്നും ശരിക്കും മറുപടി തരാൻ കഴിയുന്നില്ല. പിന്നെ ആളുകളോട് പറഞ്ഞയച്ചു, കത്തുകൾ എഴുതി. ഏതായാലും എനിക്ക് ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഒരു 3-4 കുട്ടികളൊക്കെ പ്രായം കഴിഞ്ഞിരിക്കുന്ന പെമ്മങ്ങന്മാരൊക്കെ ഉണ്ട്, അവരെ കല്യാണമൊക്കെ കഴിയട്ടെ, ഈ പേരാന്ന് പറഞ്ഞതൊക്കെ ഒന്ന് പൊളിഞ്ഞു വിടാൻ ഇവിടുന്ന് പൊളിച്ചിട്ടൊക്കെ ഒന്ന് വാർത്തിട്ട് ഖിയാമനാളിൽ ഇസ്രാഫിൽ ഊതുമ്പോഴേ പിന്നെ പൊളിയാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു പേരൊക്കെ ഉണ്ടായിട്ട് എനിക്ക് പോവാ, എനിക്ക് തന്നെ പോവാ, ക്യാബൊക്കെ അവിടെ ഉണ്ടാവും, ഇഞ്ചൊന്നും ബേജാറാവണ്ട എന്ന് പറഞ്ഞ് വാപ്പാന്റെ കത്തും വന്നു. ഇവനാണെങ്കിൽ പോകേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒത്തുകൂടി ഇവന്റെ ഇസ്തിഖാറത്ത് മുഖേനയും പോകാനുള്ളതായ സൗകര്യങ്ങളൊക്കെ ആയാൽ പിന്നെന്ത് ചെയ്യണം? പിന്നെ ചെയ്യേണ്ടത് പോലെ തന്നെ അള്ളാഹുവിന് മാറ് കാണിക്കുന്ന വിഷയത്തിൽ നിരുത്സാഹങ്ങളും അതുപോലെ തടസ്സങ്ങളൊക്കെ ഉണ്ടായാൽ ഒരു ഇഞ്ചി പോലും വില വെക്കേണ്ടതില്ല. വെച്ച കാലം മുന്നോട്ട് വെച്ചത് പിന്നോട്ട് വലിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ ഫറളാണ്. ഇസ്ലാമിൻ്റെതായിരിക്കുന്ന 11ാമത്തെ ഫറളായ ഈ പുണ്യമായ കർമ്മത്തിന് വിഘ്നമായി എന്ത് വന്നാലും പിൻമാറാൻ ഒരിക്കലും സാധ്യമല്ല. ഉമ്മയായാലും ബാപ്പയായാലും അതാണല്ലോ വലുത്, പിന്നെ ഗുരുനാഥന്മാരാണല്ലോ വലുത്. ആര് പറഞ്ഞാലും പിന്നാക്കം വെക്കാൻ സാധ്യമല്ല. നിയമാനുസൃതമായി തുടങ്ങി വെച്ചതായ കാര്യവുമാണ്. അതിന്റെ അതുപോലെല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു. ഉമ്മ കരഞ്ഞു പറഞ്ഞു, മോനെ ഒരു കാരണവശാലും ഹജ്ജിന് പോകാൻ പാടില്ല, വാപ്പ എങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ആളുകൾ പറയില്ലേ അന്നൊക്കെ ആചാര്യെന്ന് വാപ്പാടമ്പിൽ വെച്ച് വിളിച്ചാൽ വാപ്പാക്ക് മോശമല്ലടാ, എന്താണ് അജി ബുദ്ധിയില്ലാത്ത കഥയില്ലാത്ത പണിയുന്നത്? അതൊന്നും ഒരു പ്രശ്നമല്ല സഹോദരന്മാരെ. വാപ്പാനെ വിളിച്ചോളി, എന്റെ വകയായിട്ട് ആചാര്യെന്ന് വിളിച്ചോളി, എന്നെ അങ്ങോട്ട് മാറ്റി തന്നാളി. ബാപ്പാജി ഇതിന് ശേഷമായി എന്നെ ആചാര്യെന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷമായി സഹോദരന്മാരെ മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വലിക്കാൻ പറ്റുകയില്ല. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ അതാ കാഫിറത്തായിരിക്കുന്ന ഉമ്മ മകൻ മുസ്ലിമായപ്പോൾ മകനെ പിന്തിരിപ്പിക്കാൻ പലതും ചെയ്തു നോക്കി. പല പണിക്കന്മാരരികിൽ പോയി, അമ്പലത്തിൽ പോയി, എല്ലാ വിഗ്രഹങ്ങളെടുത്തും പോയി, ദ്വാരൊന്നും പ്രയോജനമില്ല. അവസാനമായി അടവുകൾ പ്രയോഗിച്ചു. മോനോട് പറഞ്ഞ്, പൊന്നുമോനെ നീ ഇസ്ലാമിലേക്ക് മുഹമ്മദിന്റെ കണിവലയിൽ കുടുങ്ങിപ്പോയത് എനിക്ക് വലിയ നെഞ്ചിന്റെ അടിയായി പോയി, എനിക്ക് ഓർക്കാൻ സാധ്യമല്ല. ഞാൻ നിന്നെ വളരെ വിഷമത്തോടുകൂടെ ഗർഭം ധരിച്ചു, വേദനയോടുകൂടെ പ്രസവിച്ച് പോറ്റി വളർത്തിയതായ പൊന്നുമോനെ, ആ പ്രസാനം വിട്ടുകൊണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരണം, എന്നാലേ എനിക്ക് സഹി വരികയുള്ളൂ. ഉമ്മ ആ ഒരു കാര്യം എന്നോട് പറയരുത്. ഉമ്മാക്ക് എന്ത് വേണം, ഭക്ഷണം വേണോ, വെള്ളം വേണോ, എന്താണ് ഉമ്മാക്ക് വേണ്ടി എല്ലാം ഞാൻ തരാ, ആ ഒരു കാര്യം പറയരുത്. അവസാനം ഉമ്മ പറഞ്ഞു, നിന്റെ വെള്ളവും വേണ്ട, നിന്റെ ഭക്ഷണവും വേണ്ട, എന്നെ പോറ്റാൻ വേറെ ആരുമില്ല, നിന്റെ മുമ്പിൽ കിടന്നിട്ട് ഞാൻ പിടഞ്ഞു വരിക്കും. ചില ആളുകൾ പറയില്ല, തമ്മി തെറ്റിയ പെണ്ണുങ്ങൾ പറയും, ഞാൻ ഈ കിണറ്റ് ചായ കിണറ് തൂർക്കും. കിണറ് ഒരാൾ ചാടിയാ കിണറ് തൂരോ? പൊട്ടത്തരം തന്നെ ആദ്യം തന്നെ പറയുന്നത്. ചില ആളുകൾ കുളത്തിൽ ചാടാൻ പോകും. കുളത്തിൽ ചാടിയപ്പോൾ ഒരു നീർക്കോലിനെ കണ്ടു, അപ്പോൾ ഇവിടെ പോകുന്നത്. മരിക്കാൻ പോയ ആളുകൾ നീർക്കോലി പാമ്പ് മരിച്ചു കിട്ടിയാ പോലെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു വലിയൊരു മട, ഒരു പൊത്ത്, അപ്പോൾ ഇവിടെ തിരിച്ചു വന്നു. പ്രശ്നം അവസാനിച്ചു. ഇങ്ങനെയൊക്കെ വലിയ വമ്പൊക്കെ പറയാറുണ്ട്. നിന്റെ മുമ്പിൽ കിടന്ന് ഞാൻ മരിക്കും, എന്റെ ഇറച്ചി നിന്നെ കൂടെ ഞാൻ തീറ്റിക്കും, ഞാൻ അങ്ങനാക്കും ഇങ്ങനാക്കും. ഇതുപോലെ തള്ളം ചൂടായി. തള്ള പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കും. ആ സമയത്ത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി പ്രകാശം പകർന്നെടുത്തതായ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹുവിന്റെ മറുപടി, ഉമ്മീ, എന്റെ ഉമ്മ, നിങ്ങളെപ്പോലെയുള്ളതായിരിക്കുന്ന 99 ഉമ്മമാരിൽ 100 ഉമ്മമാരെ എനിക്ക് ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. എല്ലാവരും എന്റെ ഉമ്മമാരെയാണ്, എന്നെ പെറ്റവരാണെന്ന് സങ്കല്പിക്കുക.
എന്നിട്ട് ഇസ്ലാമിന് എതിരായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസ്ഥാനമാകുന്ന ഈ ആദർശത്തിൽ നിന്ന് മാറാൻ വേണ്ടി എന്റെ എല്ലാ ഉമ്മമാരും പറഞ്ഞു ഞാൻ കൂട്ടാക്കാത്ത സമയത്ത് ഓരോ ഉമ്മമാരിങ്ങനെ പെടഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്നായി 100 ഉമ്മമാര് മരിച്ചാലും ഞാൻ എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരിക്കലും മടങ്ങുകയില്ല ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ മയങ്ങി. അവസാനം ഇസ്ലാമിലേക്ക് വന്നില്ല, ഖിലാഫുള്ള ഒരു വിഷയമാണ്. ഏതായാലും ആവട്ടെ, അപ്പൊ അതുപോലെയാണ് ബാപ്പയാവട്ടെ ഉമ്മയാവട്ടെ ഒരു കാരണവശാലും പിന്മാറാൻ പറ്റുകയില്ല. ഫറളായ ഹജ്ജിനേക്കാണ് ഇത് ബാധകം. സുന്നത്തായ ഹജ്ജാണെങ്കിലോ ഒരു വേണ്ട എന്ന് പറഞ്ഞാൽ പോകരുത്, അത് പറയും. ഫറളായിരിക്കുന്ന ഹജ്ജിനക്ക് തടസ്സപ്പെടുത്തിയാൽ ഒരു കാരണവശാലും പിന്തിരിയാൻ നിയമാനുസൃതമായി തുടങ്ങി വെച്ചതായിരിക്കുന്ന കാര്യമാണെങ്കിൽ പിന്മാറാൻ ഒരു കാരണവശാലും പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് അവരുടേതായ തൃപ്തി നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യമാണ്. എന്തിലേക്ക്? മബ്റൂറാവാൻ ആവശ്യമാണ്. മഖബൂലാവലോ അത് പിന്നുള്ള കാര്യമല്ലേ. വൽ ഖബൂലു ഇൻദല്ലാ വൽ മബ്റൂർ മിൻ എന്തിനാ? മബ്റൂറാക്കൽ നമ്മുടെ വകയാണ്, കബൂലാക്കൽ അള്ളാഹുവിന്റെ വകയാണ്. ഇൻഷാ തഖബ്ബല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അദ്ദേഹം കബൂലാക്കുന്നു. വഇല്ലം യശഅ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചെങ്കിലോ ഉദ്ദേശിച്ചില്ല എങ്കിലോ റദ്ദഹു, അള്ളാഹുവിനെ തട്ടുകയും ചെയ്യും. അള്ളാഹു അത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് മബ്റൂറാവാനുള്ളതായിരിക്കുന്ന കാര്യം മാതാപിതാക്കള് വമൻ യതവജ്ജഹു അലൈഹി ബിർറുഹു, മാതാപിതാക്കൾ ഇല്ലാത്ത നിലക്കാണെങ്കിൽ അവനെ ആരാണ് പോറ്റി ഉണ്ടാക്കിയത്, ആരൊക്കെയാണ് വളർത്തിയത്, ആരാണ് ജീവിച്ചിരിപ്പുള്ളവരെങ്കിൽ അവരോടൊക്കെ പോയിട്ട് സമ്മതം വാങ്ങണം. അവരുടെ മറുപടി ഇതേപോലെയുള്ള മറുപടിയാണെങ്കിലോ അതൊന്നും വിലവെക്കാൻ പാടുള്ളതല്ല. മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിലോ അത് ഹയാത്തുള്ളവരോടാണ് പോയി ചോദിക്കുന്നതും കത്തെഴുതുന്നതും ഫോൺ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ. പക്ഷേ മരിച്ചു പോയിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100 പ്രാവശ്യം അവരെ അനുമതി നമുക്ക് ഉണ്ടാകും. കാരണം നമ്മളവർക്ക് വേണ്ടി പരലോകത്തിലുള്ളതായ ബേജാറ് വിഷമങ്ങൾ തീരാൻ വേണ്ടി ദ്വാരക്കാനല്ലേ പോകുന്നത്. പോകലാണ് ആവശ്യം, പക്ഷേ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്താണ് നാം ചെയ്യേണ്ടത്? അവരുടെ പരലോക നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക, അവരുടെ മേൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് എന്തെല്ലാം ഗുണമായ കാര്യങ്ങളാണ് അവരുടെ കടബാധ്യതകൾ തീർക്കുക, അവർ ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകളെ വിളിച്ച് സൽക്കരിക്കുക. മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടതായ അവരെ സ്നേഹിതന്മാരുണ്ടാവും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ കമാലിയത്തിൽപ്പെട്ടതാണ് അവന്റെ വാപ്പ, അവന്റെ പിതാക്കന്മാര്, അവന്റെ ഉമ്മമാരുടെ സ്നേഹിതന്മാരെ സ്വീകരിക്കുക, അവരെ സൽക്കരിക്കുക. ഇൻകാനു മുസ്ലിമീനാ വ മുഹിബ്ബീനാ, ഒരു നിബന്ധനയും കൂടിയുണ്ട്. വാപ്പ ഈ ലോകത്ത് ജീവിക്കുമ്പോ തോന്നിവാസമായ ജീവിതമായിരുന്നു. കള്ളുടിയന്മാരും പെണ്ണിടിയന്മാരൊക്കെ ആയിരുന്നു കൂട്ടുകാർ. അവരെന്ത് സൽക്കരിക്കാനാ അവരെ? അതല്ല, നല്ല സ്നേഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ബാപ്പാന്റെ സ്നേഹിതന്മാരെ സഹാബരെന്ത് ചെയ്യുക? അവരെ നമ്മൾ സ്നേഹിക്കുക. ഇതൊരു ബാധ്യതയും ഒരു കടപ്പാടാകുന്നു. അപ്പോ മരിച്ചു പോയിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടേതായിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ അവരെന്തെല്ലാം ചെയ്തു വെച്ചിരുന്നു അതൊക്കെ ചെയ്യുക. ചില ആളുകളൊക്കെ അതൊക്കെ ബാപ്പമാരും ഉമ്മമാരൊക്കെ ചെയ്തത് അതൊന്നും ശരിയല്ല, ബുദ്ധിയില്ലാത്തത് കൊണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അതൊന്നുമില്ല. പള്ളിക്കല മുസ്ലിംമാർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന എത്രയോ നല്ല നല്ല ആളുകളുണ്ടായിരുന്ന മക്കളായപ്പോഴോ സൗകര്യങ്ങൾ കൂടി, അപ്പൊ അതൊക്കെ നിർത്തി, തൽക്കാലമൊക്കെ സ്റ്റോപ്പാക്കി. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. എന്ത് കിട്ടാനാ? നല്ല നശിക്കാന്നല്ലാതെ പള്ളിക്കലേക്ക് കൊടുക്കലും മദ്രസ കൊടുക്കലും കുട്ടികളെ കല്യാണം ചെയ്യാൻ സഹായിക്കലും അയൽവാസികളുടെ വിഷമത്തിന്റെ പരിഹാരം കാണലും രോഗചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കലും പല കാര്യങ്ങൾ കടപ്പാട് കടങ്ങ് തീർക്കാൻ കൊടുക്കലൊക്കെ അതൊക്കെ വേണ്ടതുപോലെ മാതാപിതാക്കൾ ചെയ്തു. മക്കളായിട്ടോ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല, അതൊക്കെ നിസ്സാരമാക്കി. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഈമാന്റെ കമാലിയത്തിൽപ്പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് മരിച്ചു പോയിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുക, ധർമ്മങ്ങൾ ചെയ്യുക, അവർ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ പകരമായി നമ്മളും ഇഷ്ടപ്പെടുക. ഇങ്ങനെ അത് അവരോട് അനുമതി ചോദിക്കലാണ്. സൗകര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഖബറിന്റെ അരികിൽ പോയി നാം ദ്വാരക്കുക. ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്, സ്വഹാബത്തിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇന്നും പരിശുദ്ധമായ മദീനയിൽ രാവിലെ സുബഹിന്റെ ശേഷമായി ആ ജന്നത്തുൽ ബഖീ തുറന്നു വെച്ച് 8 മണി സമയം വരേക്കും അതിൻ്റെ ഉള്ളിലെല്ലാം നടന്നുകൊണ്ട് അവിടെ ഉറ്റവർക്കും ഉടയവർക്കും സാരിയങ്ങൾക്കൊക്കെ നമുക്ക് സലാം പറയാനും ഒറ്റക്കായി പോയി ഖുർആൻ ഓതാനുള്ള സൗകര്യങ്ങൾ സൗദി ഗവൺമെന്റ് പരസ്യമായി ആ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മദീനയിലുള്ള ജന്നത്തുൽ മഅല്ലയിലും ഗതി അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ളവരോ അലവലാദികള് ഒരു കാര്യമില്ലാന്നാ, പൊട്ടന്മാരെങ്കിൽ വേറെ പണിയൊന്നും ചെയ്യാം, മരിച്ചാൽ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അതും കൂടി നമുക്ക് സാപ്പിടാം, ഒന്നും ചെയ്യേണ്ടതില്ല. മക്കത്തും മദീനത്തുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനം. എന്ത് പ്രസ്ഥാനം? അതൊക്കെ വലിയ വലിയ സംഗതികളായതുകൊണ്ട് ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല. ഏതായാലും പോയ ആളുകൾക്ക് അറിയാം എന്താ മദീനയിലെ അവസ്ഥ. അസറ നിസ്കാരത്തിന്റെ തുറന്നുകൊണ്ട് മഗ്‌രിബിന്റെ മുമ്പ് ഇപ്പോഴും അടക്കുകയാണ്, ബാക്കി എല്ലാ സമയത്തും ആവാ. പിന്നെ എന്തിനാ ഇടയിലൊന്ന് പൂട്ടുന്നത്? എന്താ റേഷൻ പീടിയെ ഇടയിൽ പൂട്ടുന്നതിനാണ്. അത് കുറെ ജനങ്ങൾ അവിടെ പോയിട്ട് പല കൂത്താട്ടങ്ങളും ചെയ്യുന്നുണ്ട്. അനിസ്ലാമികമായി അവ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി കരയുക, ചിലെല്ലാം പോക്കറ്റ് റേഡിയോനൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ കരഞ്ഞു പിടിക്കാതെ നാട്ടിൽ ചെന്നിട്ട് കാണുമ്പോൾ കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാന്റെ ആളുകൾ മരിച്ച സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അരികിൽ പോയി കരഞ്ഞതാണല്ലോ ഈ കേൾക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾ മണ്ണ് വാരി കീശയിലാക്കി പോക്കറ്റിലാക്കി കൊണ്ടുപോകും. അതൊന്നും പാടുള്ളതല്ല.
അതല്ല അങ്ങനത്തെ വിശ്വാസമുള്ള പാവങ്ങൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതിലൊന്നും നിൽക്കരുത്. ആ പോണ വക്കിൽ കുറച്ച് മണ്ണ് കീശയിട്ട് കൊണ്ടുപോയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്കൊന്നും സുഖമില്ല, കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാവർക്കും ഇത് കൊടുത്ത പടച്ചോനെ ഈ നല്ല മണ്ണാണല്ലോ, അത് സോക്കട് മാറും, വലിയ തെറ്റാ ചങ്ങായിമാരുള്ള പള്ളയും കൂടി പോകും, ഒക്കെ പള്ള ആകെ നശിച്ചു പോകും. പരിശുദ്ധമായിരിക്കുന്ന മദീനായിൽ അങ്ങനെ മണ്ണുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് എടുക്കല്ലോ, പ്രായോഗികമല്ല. അത് ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നമുക്ക് പറയാം. ഏതായാലും ആവട്ടെ, മാതാപിതാക്കളുടെ അരികിൽ പോയി സിയാറത്ത് ചെയ്യുക വലിയ മഹത്തായ ഒരു ഇബാദത്താകുന്നു. പൊതുവെ സിയാറത്ത് തന്നെ സുന്നത്താണ്. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറു ലിൽ ആഖിറ. സഹാബികളെ, നിങ്ങൾ സിയാറത്ത് ചെയ്യണം. ഞാൻ ആദ്യം നിങ്ങളോട് സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതെന്താ? നിങ്ങൾ ഇസ്ലാമിന്റെ ആവിർഭാവ ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് സിയാറത്ത് എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം ഇബാദത്തായി പോകുമോ, ഒരു ബഹുമാനത്തോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും പോലെ ആകുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ തടഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വിവരങ്ങളും അറിവുകളായില്ലേ, ഇബാദത്ത് എന്താണ് അല്ലാത്ത എന്താണെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇപ്പൊ സൂറുഹ, നിങ്ങൾ സിയാറത്ത് ചെയ്യണേ. എന്തേ? നിശ്ചയമായി നിങ്ങളുടെ ആഖിറം ഓർമ്മയാക്കാൻ പറ്റുന്നതാണ്. നാം ഓരോരുത്തരും നമ്മുടെ വാപ്പന്റെ ഖബറിന്റെ അരികിൽ പോയി وقد أخذوا سهامهم وراحوا فيا لله أسرع ما نسوني. ഖബറിലുള്ള ഖബറാളി നമ്മളെ പറ്റി ഇങ്ങനെ ഓർത്ത് കഴിയുകയാണ്. എന്റെ കുടുംബാദികൾ അങ്ങനെ എന്റെ ഖബറിനരികിൽ കൂടെ നടന്നു പോകുമ്പോ ഒന്നും അവരെന്നെ പറ്റി ചിന്തിക്കാതെ കണ്ട് പോകുന്നില്ലേ എന്നൊന്ന് ചിന്തിച്ചൂടെ? ഖബറാളികൾ പറയുന്നതായി മക്തൂബും അലാ ഖബരിഹി. മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഖബറിന്റെ അരികിൽ കൂടെ പോകുമ്പോൾ ആ ഖബറിന്റെ കല്ലിന്റെ മുകളിൽ ആ ഓട്ടോമാറ്റിക്കായി എഴുത്ത് പതിഞ്ഞിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൽ പതിയും പോലെ പതിഞ്ഞുകൊണ്ട് പദ്യങ്ങൾ പാടിയിരിക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ കുറിച്ച് അതാ പോകുമ്പോ ചിന്തിക്കുന്നു, പടച്ചവനെ, എന്റെ വാപ്പാന്റെ ഖബറാണ് റബ്ബേ, എന്റെ പാവപ്പെട്ടതായ വാപ്പ ഗൾഫ് നാട്ടിലും മറ്റൊക്കെ പോയി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പാടുപെട്ടുകൊണ്ട് ചോരനീരായി എന്നെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജോലികളും തൊഴിലുകളൊക്കെ നടത്തിയിട്ട് എന്നെ പോറ്റി ഞാൻ ഈ അവസ്ഥയിലായി. ഇന്ന് എന്റെ വാപ്പാടെ ഹാല് എന്താണ് റബ്ബേ? ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ ഇതിന്റെ അപ്പുറത്തുള്ള ഖബർ എന്റേതാണല്ലോ തമ്പുരാനെ എന്ന് ചിന്തിക്കാൻ അവസരങ്ങളുണ്ട്. ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് വേറെ പ്രശ്നം. മക്കളെ കുറിച്ചും ഉമ്മനെ കുറിച്ചും എല്ലാം ചിന്തിക്കാൻ സമയങ്ങളുണ്ട്. അതുകൊണ്ട് സിയാറത്ത് ചെയ്യുക. ആരെങ്കിലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം, ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ദിവസമോ, വെള്ളിയാഴ്ചയോട് ചേർന്ന ദിവസം ശനിയാഴ്ചയാണല്ലോ, ഒരു മാതാപിതാക്കളുടെ ഖബറിന്റെ അരികിൽ പോയി ദുആ ചെയ്ത് ഖുർആൻ ഓതിക്കൊണ്ട് യാസീനോ അതുപോലെ അൽഹാക്കും മുത്തക്കാത്തുർ സൂറത്ത്, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസ്, ഇതുപോലെയുള്ള ഫാത്തിഹ സൂറത്തുകളെല്ലാം ഓതി ദുആർന്നു കഴിഞ്ഞാൽ ആ വാപ്പക്ക് പൂർണ്ണമായി കടപ്പാടുകൾ നിർവഹിച്ചതായിരിക്കുന്ന സ്വർഗത്തിന് അവകാശിയായ മക്കളാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിപ്പോ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഇവിടുന്ന് കഴിഞ്ഞോളന്നില്ല. ഇവിടുന്ന് ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച് എല്ലാവർക്കും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അല്ലാത്ത സൗകര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യുക. നാട്ടിൽ പോകുമ്പോഴും എപ്പോഴും പോകണം. പള്ളിയിൽ ഖബറദാ ഉപ്പാനെയും ഉമ്മാനെയും കുടുംബാദികളൊക്കെ മറവ് ചെയ്തതായ സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് വേണ്ടി ദുആ ഇറക്കുവാന്ന് വലിയൊരു ഇബാദത്താണ്. സഹോദരന്മാരെ, നിങ്ങൾ ആരും മറന്നു കളയരുത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് സുന്നത്തില്ല. ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഖബർ ഒഴിച്ച് ബാക്കി സാധാരണ ഖബറുകൾ, മാതാപിതാക്കളുടെ ഖബർ പോലും അവർക്ക് സിയാറത്തിൽ സുന്നത്തില്ല. ജായിസാണ്, നിയമാനുസൃതമായി പോവുകയാണെങ്കിൽ ജായിസാണ് എന്ന് മാത്രം. പക്ഷേ ഇവർക്ക് പോവാതിരിക്കലാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. ഔലിയാക്കന്മാരുടെ ഖബറിന്റെ അരികിലേക്ക് പോകുമ്പോൾ തന്നെ, വല്ല വിനോദങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ആർഭാടത്തോടുകൂടെ നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച്, നല്ല മൊഞ്ചു വരുത്തി, ബോർഡറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ച് പോകുക എന്നുള്ളത്, സുഗന്ധം ഉപയോഗിച്ച് പോകുക എന്നുള്ളത്, അത് അമ്പിയാക്കളുടെ ഖബറിന്റെ അരികിലേക്ക് പോകുമ്പോൾ തന്നെ ഹറാമാണ്. ഔലിയാക്കളുടെ ഖബറിന്റെ അരികിലേക്ക് പോകലും ഹറാമാണ്. പല ആളുകളും നാട്ടിലൊക്കെ പോയാൽ നമുക്ക് നേർവാടി പോകണം. പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൂട്ടി, ഉമ്മാനെയും പെങ്ങന്മാരൊക്കെ കൂട്ടി ഒറ്റ അടി ഒരു ജീപ്പ് മുടിച്ച് ഒറ്റ പോക്ക. ആ പോക്കിയിട്ട് അവിടെ എത്തുന്നതിൻ്റെ ഉള്ളിൽ ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കോ? ചോദ്യത്തിന് മറുപടി ഇല്ല. നിസ്കാരമില്ല. അപ്പോ ഔലിയാക്കന്മാരാരാ? അള്ളാഹ്ക്ക് ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ. നിസ്കരിക്കാത്ത ആളങ്ങോട്ട് ചെന്നാൽ എന്താ അവിടെ കിട്ടാനുള്ളത്? അള്ളാഹുവിന്റെ ശാപം. അള്ളാഹുവിന്റെ ശാപമാണ് കിട്ടാനുള്ളത്. ഔലിയാക്കന്മാരെ തിരുപ്പതി വേണ്ടി പോവുക, ഏറുവാടിക്ക് പോവുക, നാവൂർക്ക് പോവുക, അതുപോലെ ദൂരം സ്ഥലത്തേക്ക്. പിന്നെ അജ്മീറിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അജ്ജിന് വേണം വരിക. അജ്മീറിലേക്ക് പോകാൻ പെണ്ണുങ്ങളൊക്കെ കൂട്ടിയിട്ട് അജ്മീറിലേക്കാട് പോകാൻ നല്ല പണ്ടൊക്കെ കെട്ടി നല്ല മൊഞ്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകുക അജ്മീറിലേക്ക്. ഈ പോകുന്നതിന്റെ വേള എന്തെല്ലാം ഹറാമിയത്തുകൾ അന്യ പുരുഷന്മാരായിട്ട് കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, നിസ്കാരം ഉപേക്ഷിക്കേണ്ടി വരും. പെണ്ണും ആണും ഒരുപോലെ അല്ലല്ലോ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ആണിൻ്റെതും രണ്ടാണല്ലോ ശരീഅത്തുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അത് വിട്ട് കവർന്ന് അതിക്രമിച്ച് കിടക്കുന്ന ആളുകൾ, അത് അനിസ്ലാമികമായ പ്രവർത്തനങ്ങളല്ലോ. അത് നമുക്ക് അംഗീകരിക്കണ്ടോ ചിന്തിക്കേണ്ടോ ഇല്ല.
അതുകൊണ്ട് അങ്ങനെ രൂപത്തിലൊന്നും അവരുടെ പോകാൻ പാടുള്ളതല്ല. അതിന്റെ അച്ചടക്കത്തോടുകൂടെ അതപോടുകൂടെ അവരുടെ പൊരുത്തം വാങ്ങാൻ അഥവാ അവരുടേതായ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി പോകാൻ ഒരു വിരോധം ഇസ്ലാമിലില്ല, പോലെ നിർബന്ധമല്ല. അപ്പൊ ഒരു പെണ്ണെന്ത് ചെയ്തു, സാധാരണ ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി സുന്നത്തായിരിക്കുന്ന സുന്നത്തില്ലാത്തൊരു ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയാൽ അവൾക്ക് നേർച്ച പൂർത്തിയാക്കാൻ നിർബന്ധമില്ല. അതേ സമയത്ത് ഒരു വലിയന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പെണ്ണ് നേർച്ചയാക്കിയ മമ്പർത്ത് പോകാൻ വേണ്ടി നേർച്ചയാക്കി, മമ്പർത്ത് തങ്ങളെ സിയാറത്തിന് അങ്ങനെ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടൽ നിർബന്ധമാണ്. എങ്ങനെയാണെങ്കിൽ അതിന്റെ അച്ചടക്കത്തോടുകൂടെ അതോടുകൂടെ പോയാൽ. അവിടെയൊക്കെ പോയാൽ ചില ആളുകൾ അവിടെ ഖബറിന്റെ അടുത്തൊക്കെ നിന്നിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ഹാദിമ്യങ്ങൾ ഉണ്ടാവില്ല, അവരുടെ അടുത്തോട്ട് പെരുമാറുന്നതും കൈ തൊടുന്നതും സംസാരിക്കുന്നതും വിഷയങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ സ്വന്തം പുതിയാപ്പിളയിൽ ഇത്ര സ്നേഹം ഉണ്ടാവില്ല. ഇത് ഹറാമാണെന്ന് പറയാൻ വേണ്ടി എന്തിനാ പഠിക്കേണ്ട ആവശ്യം? അലവലാദികൾ ഈ മറ പൊടിച്ചിട്ട് എല്ലാതും തട്ടോ, എല്ലാതും തട്ടോ, ഒന്നുകൂടെ അവരെടുക്കണില്ല. ഞമ്മക്കിത് ഈ വക കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളി. ഔലിയാക്കന്മാരെ പുണ്യമാകാൻ പോകുന്ന സമയത്ത് ഒരു വലിയ ആയതെങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പിന്നെയും നീണ്ട സമയം പോവുകയാണ്. ഒരു വലിയാവാനും എത്ര കാലം മെനക്കെട്ടുകൊണ്ട് ഒരു ഹറാം കറാഹത്ത് പോലും ചെയ്യാതെ കണ്ട് ജീവിതം പൂർണ്ണമായി നയിച്ചതായിരിക്കുന്ന ആൾക്ക് അത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല, അവർക്ക് കാണുന്നത് ഇഷ്ടമല്ല. പെരുമ്പടപ്പ് തങ്ങൾ നബറല്ലാഹു മർക്കദുഹു അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണുന്നത് ജീവിതകാലത്ത് ഒരു ഹിന്ദുവിനെ കാഫിറിനെ പോലും കാണാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അത്ര കാത്തു സൂക്ഷിച്ചു കാഫിറിനെ നമ്മൾ കാണുന്നത്, നമ്മുടെ ആവശ്യത്തിന് കാഫിറില്ല. അപ്പൊ അവരുടെ സൂക്ഷ്മതല അറ്റം എത്രയാണ്. അങ്ങനത്തെ ആളുടെ ഈ കോലത്തിലൊക്കെ ചെന്നിട്ട് എന്ത് പുണ്യാണ് അവിടെ കിട്ടാനുള്ളത്? പുണ്യാറോ ഒരു വസ്തു കിട്ടുകയില്ല. അതേ സമയത്ത് അതിന്റെ ബഹുമാനത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ സ്വന്തം മഹറമിൽപ്പെട്ടതായ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ ഉപ്പയോ എളാപ്പയോ ഇതുപോലുള്ള ആളുകളോടുകൂടെ ആ വസ്ത്രധാരണയിലും മറ്റൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടെ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം. അതും ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ പുറത്തു പോവാന്നുള്ളത് വലിയ തെറ്റായ മാരകമായ കുറ്റമാണ്. ഏതായാലും ആവട്ടെ, മാതാപിതാക്കളുടെ ആ അനുമതി മരിച്ചതിന്റെ ശേഷമായിട്ട് സ്ത്രീകൾക്ക് സിയാറത്തിന് പോകാനും പാടില്ല. പിന്നെ എങ്ങനെ? അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, ഉപ്പാന്റെ പേരിൽ എന്ത് ചെയ്യുക, ദ്വാരപ്പിക്കുക, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുമതി അവരിൽ നിന്ന് വാങ്ങേണ്ടതാവുന്നു. അതാണ് അവരെ സമ്മതം വാങ്ങുക. ഒരു ഭാര്യയാണെങ്കിലോ ഭാര്യനോട് ബിർറുഹു, ആരോടാണ് കടപ്പാടുള്ളതെങ്കിൽ അവരുടെ അനുമതി വേണമെന്നല്ല പറഞ്ഞത്. അതെങ്ങനെയാണ്? അപ്പൊ ഭാര്യനോട് ഭർത്താവിന് കടപ്പാടുണ്ട്, ഭാര്യയോട് കൂടെ ഭാര്യനെ ഇവൻ അജിന് പോകുമ്പോ കൊണ്ടുപോലെ സുന്നത്താണ്, സാധിക്കുമെങ്കിൽ കൊണ്ടുപോലെ സുന്നത്താ. സാധിക്കുന്നില്ലെങ്കിൽ ഇവന് മാത്രമേ കടപ്പാടുള്ളൂ. ഭാര്യക്ക് ഭാര്യന്റെ പേരിൽ സ്വത്തുണ്ട്, അതിലെ അവൾക്ക് കടപ്പാടുള്ളൂ. ഇവന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അവളെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഏതൊരു ഹലാലായ യാത്രയാവട്ടെ അതിൻ്റെതാ നിയമാനുസൃതമായി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഭാര്യയുമായി കൂടി യാത്ര ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോ ഭാര്യനോട് ചോദിച്ചു, ഞാൻ ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ദ്വാരക്കണം. എനിക്ക് സമ്മതല്ലേ എന്ന് നമ്മൾ ചോദിക്കാം. എനിക്ക് സമ്മതല്ലേ? നിങ്ങൾ ഹജ്ജിന് പോവേ? എന്നെ കൊണ്ടാ എനിക്ക് ഒരു കാലം സമ്മതിച്ചോ, ഞാൻ മരിച്ചാലും പൊരുത്തപ്പെടില്ല. പിന്നെ എങ്ങനെ അജിന് പോകാൻ? മരിച്ചാലും പൊരുത്തക്കേട് എന്നുള്ളത് മരണത്തെ ദേശത്തേക്ക് നീട്ടി വെച്ചു, പിന്നെ ഒരിക്കലും പോകാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ എത്ര സാധുക്കൾ കൊടുക്കുന്നുണ്ട് പാവങ്ങള്. അപ്പോഴും അവരോട് നല്ല രൂപത്തിലൊക്കെ പറയണം, പിന്നെയും പിന്നൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടുപേർക്കും അടുത്ത കൊല്ലം ഹജ്ജിന് പോവാ, ഈ ദ്വാരക്ക് ഞാൻ അവിടെ പോയിട്ട് പരിശുദ്ധമായ കേന്ദ്രങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ തടസ്സം പറയല്ലേ, ഇസ്ലാമിന്റെ ഫർളാണെന്നൊക്കെ പറഞ്ഞ് അവളെല്ലാ നിലക്കും ഇരട്ടിയെടുത്തുകൊണ്ട് അവളെ സന്തോഷത്തിൻ്റെതായ സമ്മതം നമ്മൾ വാങ്ങി വെക്കൽ വളരെ നല്ലതാണ്. അത് നല്ലതാണ്. കുടുംബജീവിതം സന്തോഷമായി തുടർന്നു പോകാൻ നല്ലതാണ്. ഹജ്ജ് സഹിയാവാൻ വേണ്ടിയല്ല പറയുന്നത്. അതല്ല ഇവള് പറയുന്നത്. ഇവിടുത്തെ കാര്യമല്ലത് നിങ്ങൾക്കറിയാം. ഈ കുട്ടി പ്രായപൂർത്തിയാകുന്ന 13-14 വയസ്സായി. നിങ്ങളിപ്പോ ഹജ്ജിന് വേണ്ടി കണ്ട കായൊക്കെ കൊണ്ടുപോയി പൊടിച്ചാൽ ഇവരെ നോക്കാൻ ആരാളുള്ളത്? എന്താ മനുഷ്യങ്ങൾക്ക് പിരാന്ത? ആരാന്നത് നിങ്ങളോട് പറയുന്നത്? ആകമാനം കോലാഹലങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളുമായി. പിന്നെ ഫോണിന്റെ കാർഡ് തീരും, പിന്നെ 30 റുപ്യക്ക് പിന്നെയും വാങ്ങും, പിന്നെ 100 റുപ്യക്കുമായി എന്താ പറയും, സാധനം ഓർമ്മയില്ല. ശ്വാസം മുട്ടാലും പൈസ വേണമല്ലോ, ശ്വാസം മുട്ടതിനും വേണ്ട പൈസ കൊടുക്കുക. പിന്നെ അവള് പറയണത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതിൽ വെക്കും, അതിനും പൈസ അപ്പോൾ അത് തീർന്ന് അപ്പോൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ആകെ വിനന്തി ഒരിയാതി പിരാന്ത് പിടിച്ചു. ഇങ്ങനെ സംഭവിക്കാം. അതിനൊന്നും ഇടവരുത്തണ്ട. നല്ല രൂപത്തിൽ ഒരു കത്ത് കൊണ്ട് ഒതുങ്ങി നിൽക്കണം. അവസാനമായി പോകുന്ന സമയത്ത് സലാമാക്കുക. ഇപ്പൊ തന്നെ ഇങ്ങനെ വിളിയോടെയുണ്ടാവും. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഒരു ലക്കില്ലാത്ത ജീവിതമാണ് ഈ ഗൾഫിലുള്ള ആളുകളുടെ ജീവിതം. പോളം ചെയ്തിട്ടും അവിടെ കടഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ പൊടിക്കന്നെ. ഓരോരുത്തർ കയ്യിൽ ഓരോ ഫോണിന്റെ കാറിനായിരുന്നു. ഇപ്പൊ ഈ പൂച്ചക്കുട്ടിയുള്ള കാരണം അതും കയ്യിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരു പെണ്ണിന്റെ ഭാര്യയുടെ ഒരു ഫോൺ. ഇപ്പൊ അവിടെ നിന്ന് ഒരു കമ്പ്യൂട്ടറിൽ ഒരു 10 നമ്പർ അടിച്ചാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയും. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളി തുടങ്ങിയാണ്. ആകെ ഒരു ജാതി ജീവിതം. അവിടെ പൈസ കൊടുത്ത് യാതൊരു പ്രശ്നമില്ല. വേണ്ട കാര്യത്തിന് 10 റുപ്യ കൊടുക്കുന്ന നേരത്തെ അപ്പം ഇങ്ങനെ വെറുതെ കയ്യിനെ തോലൊക്കെ പൊളിഞ്ഞു പോവുക. ഈ ഒരു കോലത്തിലാണ് അധികം കൗമന്റെ ജീവിതം. സ്വന്തമായിട്ട് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുണ്ടാക്കിയിട്ട് വടക്കോട്ട് തല വെച്ചിട്ട് പടിഞ്ഞാട്ട് തല ഒന്ന് ചെരിച്ച് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് ഉറങ്ങി നോക്കി. എന്നിട്ട് ചിന്തിക്കുക ശേഷം നേരം ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം എനിക്ക്. എന്റെ ജീവിതം എന്താണ്? ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാരും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കിടന്ന് ഞാൻ ഇപ്പൊ എന്ത് ജീവിതം എൻ്റെ ജീവിതം? അപ്പോൾ നമുക്കൊരു മറുപടി കിട്ടും.
ശരിക്കും കിട്ടും. ഒരു ദിവസം കിട്ടി 3 ദിവസം അടുപ്പിച്ച് ചെയ്തോ കണി. റൂമിൽ കട്ടിലൊക്കെ അങ്ങനെ ഇടാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാ, അല്ലെങ്കിൽ അവിടെ വച്ചിമൂടി ഉണ്ടാക്കി റൂം കാസാക്കാൻ പോണ്ട. ഒന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കണ്ട നിങ്ങൾ. എന്താണ് എത്ത് ൊക്കെ നമ്മൾ അനുമതി തേടുക എന്നുള്ളത് നമ്മുടെ ഹജ്ജ് മബ്റൂറാവാൻ സഹായകരമാകുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും അതിന്റെ ആദാബുകളും മുറകളും പരിപൂർണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് പോകുവാനും പ്രവർത്തിക്കാനും അതിന്റെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാനും പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വിവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ഹാജിമാരെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇന്നലെ പറയാത്തത് ഇന്ന് വലതും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരെ ബിൽഡിംഗ് ഒക്കെ 2 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് പൂർണ്ണ സൗകര്യത്തോടു കൂടെയുള്ള ബിൽഡിംഗ് എടുത്തോളണം. 2 കിലോമീറ്റർ. എന്നിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അവരെ വാഹനങ്ങൾ ഇട്ടോളണം. റോട്ടിൽ വാഹനങ്ങൾ നിർത്തും. എന്നിട്ട് ആൾക്കാർക്ക് ഇതിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോരാ പോന്നിട്ട് മാതാപിതാക്കളോട് അനുമതി ആവശ്യപ്പെടുക എന്നുള്ളത് ഹജ്ജ് മബ്റൂറാവാൻ സഹായകരമാകുന്ന കാര്യമാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഫർളായ ഹജ്ജിന് വേണ്ടി അവരോട് അനുമതി ചോദിച്ചാൽ അവർ തൃപ്തിയില്ലാത്ത മറുപടിയാണ് പറഞ്ഞത്. അനുമതി തന്നില്ല എങ്കിൽ നാം അത് സ്വീകരിക്കേണ്ടതില്ല എന്നും നമ്മൾ പറഞ്ഞു. ഫർളായ ഹജ്ജിന് വേണ്ടി സമ്മതം ചോദിക്കുന്ന രക്ഷിതാക്കൾ നമുക്ക് സമ്മതം തന്നില്ല എങ്കിലും നാം അത് പരിഗണിക്കേണ്ടതില്ല. അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ ഒരു മഹ്ലൂക്കിന് എതിര് പറഞ്ഞാൽ ഒരു കാരണവശാലും നാം അത് സ്വീകരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വമൻ യതവജ്ജഹു അലൈഹി ബിർറുഹു, ആർക്കെല്ലാം നന്മയുടെ കടപ്പാടുകൾ നന്ദി ചെയ്യേണ്ട ആരെല്ലാം ഉണ്ടോ അവരോട് മുഴുവനും അനുമതി തേടുക എന്നുള്ളത് നമ്മുടെ ഹജ്ജ് മബ്റൂറാവാൻ സഹായകരമാകുന്ന കാര്യമാണ്. ഭാര്യക്ക് ഹജ്ജിന് പോൽ കടപ്പെട്ട് നിർബന്ധമായി, ഭർത്താവിന് ഹജ്ജിന് പോൽ നിർബന്ധമായിട്ടില്ല. ശറഈന്റെ വീക്ഷണത്തിൽ അവന് കടം ആയില്ല. ഭർത്താവിന് പോകാനുള്ള സൗകര്യങ്ങളില്ല. ഭാര്യക്ക് ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള കഴിവ് അവൾക്കുമില്ല. അവൾക്കാണെങ്കിൽ ഹജ്ജിന് പോൽ നിർബന്ധവുമായി. എന്നാൽ ഭർത്താവിനോട് അനുമതി ചോദിക്കുക എന്നുള്ളത് അവൾക്ക് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമില്ല. സുന്നത്താണ്. എന്തിനു വേണ്ടി? ഹജ്ജ് മബ്റൂറാവാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ഭർത്താവ് ഭാര്യക്ക് അനുമതി കൊടുത്തില്ല. ഞാൻ സമ്മതിക്കുകയില്ല ഹജ്ജിന് പോകാൻ വേണ്ടി, നിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ്, എനിക്ക് വഴിപ്പെടൽ നിർബന്ധമാണ്. അങ്ങനെ വാശി പിടിച്ചവൻ സമ്മതിച്ചില്ല എങ്കിലും അവൾക്ക് അവനെ പരിഗണിക്കാതെ കണ്ട് മറികടന്ന് പരിശുദ്ധമായ കർമ്മത്തിന് പോകുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല. എന്തുകൊണ്ട്? ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അല്ലാഹുവിനെ മാറു കാണിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂഖിനും നിങ്ങൾ വഴിപ്പെടേണ്ട. മാതാപിതാക്കൾക്ക് വഴിപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അത്രയും നിങ്ങൾ ഈ വിഷയത്തിൽ വഴിപ്പെടേണ്ടതില്ല. ഫർളായ അമലിനെ കുറിച്ചായി പറയുന്നത്. ഈ ഹജ്ജോ ഉംറയോ അത് സുന്നത്തായാൽ അതിന്റെ വിധി മറ്റൊന്നാകുന്നു. പക്ഷേ സ്ത്രീകൾക്ക് ഹജ്ജിന് പോവാൻ പുരുഷന്മാരെക്കാണ് ഒരു നിബന്ധന കൂടുതലുണ്ട്. അതെന്താ? അവളുടെ കൂടെ മഹാരിമിൽപ്പെട്ടതായ ആരെങ്കിലും ഉണ്ടാവണം. ഭർത്താവ് പോകുന്നില്ല എങ്കിൽ പിതാവ് ഉണ്ടാവണം. അതല്ലെങ്കിൽ സഹോദരന്മാര്, പിതാവിന്റെ സഹോദരന്മാര്, ഉമ്മന്റെ സഹോദരന്മാര്, ഇതുപോലെയുള്ള ആളുകൾ കൂടെ ഉണ്ടായാൽ അവർ മഹാരിമിൽപ്പെട്ടവരാണ്. ഇവളെ കാണുന്നത് കൊണ്ട് അവർക്ക് വിരോധമില്ല. തൊട്ടാൽ ഉളുമുറിയയില്ല. നിക്കാഹ് ബന്ധം ഒരു കാരണവശാലും അനുവദനീയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും മഹാരിമിൽപ്പെട്ടവരാകുന്നു. ഇങ്ങനെയുള്ള ആളുകളോട് കൂടെ അവൾ പോവുക. അതല്ലെങ്കിൽ ഔ നിസ്വത്തിൻ സിഖാത്തിൻ, വിശ്വാസയോഗ്യമായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടാവുക, നീതിപതികളായ പെണ്ണുങ്ങൾ ഉണ്ടാവുക. അവരുടെ കൂടെ യാത്ര ചെയ്താൽ ഇസ്ലാമികമായി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടുകൂടെ അനിസ്ലാമികമായ ഒന്നും അവളിൽ സംഭവിക്കുകയില്ല. യാത്ര മധ്യേ വെച്ചുകൊണ്ട് അനിസ്ലാമികമായി ഒന്നും സംഭവിക്കുകയില്ല. അന്യപുരുഷന്മാരുമായുള്ള ദർശനങ്ങളോ സ്പർശനങ്ങളോ അവരുമായി ഇടകലരുകയോ ഒന്നും വേണ്ടി വരികയില്ല. അതെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിക്കുന്ന സാലിഹത്തായ പെണ്ണുങ്ങളാകുന്നു. അങ്ങനെ ഒരു സംഘം പെണ്ണുങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 3 പെണ്ണുങ്ങളെങ്കിലും, അങ്ങനെ ഒരു സംഘത്തിൽ അവൾക്ക് പോവാം, ഒരു വിരോധവുമില്ല. ഈ നിബന്ധനകളെല്ലാം ഒത്തതിന്റെ ശേഷമാണ് ഭർത്താവ് അവളെ തടഞ്ഞതെങ്കിൽ അത് ഒരു കാരണവശാലും വിലവെക്കരുത് എന്നാണ് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വീക്ഷണം. അധിക ആളുകളും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കടപ്പാടാവുന്ന ഹജ്ജിൽ ശ്രദ്ധിക്കാറില്ല. വാസ്തവത്തിൽ പുരുഷന്മാരെ പോലെ അവർക്ക് നിർബന്ധമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, അഥവാ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന കൂടെ ആണുങ്ങൾ ഉണ്ടാവുക, അഥവാ മഹാരിമിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ
സിഖാത്തായിരിക്കുന്ന നല്ല വിശ്വാസയോഗ്യമുള്ള ഒരു സംഘമാവുക. ഇപ്പൊ നാട്ടിൽ നോക്കി ഓരോ ഗ്രൂപ്പുകളായിട്ട് കൊണ്ടുപോകുന്നില്ലേ, ധാരാളം സ്ത്രീകളുണ്ടാവും. അവരെ കൂടെ പോവാം, ഒരു വിരോധവുമില്ല. അതിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ഉൾക്കൊള്ളുന്ന ഏത് സംഘമായിരുന്നാലും ഒരു വിരോധവുമില്ല. കൂടെ ഇനി പുരുഷന്മാർ നമ്മുടെ ആളുകളില്ല എങ്കിലും പോകുന്നത് കൊണ്ട് യാതൊരു തടസ്സവും, നമ്മുടെ ശരിയാ നിലയ്ക്കൊരു തടസ്സവുമില്ല, പോവാം. അപ്പൊ ഇവന് തടയാൻ പാടുള്ളതല്ല. ഈ തടച്ചിൽ കൊണ്ട് ഇവനാണ് കുറ്റക്കാരനാവുക. സാധാരണ പലരും പറയാറുണ്ട്, ഒരാളൊരു കല്യാണം കഴിച്ചാൽ പിന്നെ അവന്റെ അധികാരമാണ്, അവൻ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, അതൊന്നും പറ്റുകയില്ല. അതിനൊക്കെ ചില നിയമവശങ്ങളുണ്ട്. അനിസ്ലാമികമായി അവൻ എന്ത് ഇവളോട് ശാസിച്ചാൽ അതിന് വഴിപ്പെടാന്നുള്ളത് ഒരു കാരണവശാലും അവൾക്ക് നിർബന്ധമല്ല. അതല്ല, അവനുമായി പ്രതിരോധിച്ച് ശക്തിയോടുകൂടെ എതിർത്ത് നിൽക്കാൻ ഇവൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണം. അതല്ല മജബൂറായി അവളെന്ത് ബലാത്കാരമായി അവന്റെ കുടുക്കിൽ കുടുങ്ങിപ്പോയാൽ നിവൃത്തിയൊന്നുമില്ല. അന്യപുരുഷന്മാരവന്റെ കൂട്ടുകാരും സ്നേഹിതന്മാരൊക്കെ വന്ന സമയത്ത് അവരുമായി നേരിട്ട് സംസാരിക്കുകയോ അവരെ കാണേണ്ട ഗതികേടുകൾ വരികയോ അവരുമായി കൂടി ഇരിക്കേണ്ടതാ. ഇതെല്ലാം ഇവന്റെ ഈ ശക്തിയായിരിക്കുന്ന ആ ബലാത്കാരമായ പ്രയോഗത്തിൽ അവൾ കുടുങ്ങിയാൽ അവൾ വാസ്തവ അവൾ കുറ്റക്കാരിയല്ല. അതേ സമയത്ത് കഴിയിന്റെ പരമാവധി അവൾ ആ വിഷയത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മാത്രമേ അവളുടെ ഈമാൻ രക്ഷപ്പെടുകയുള്ളൂ. നാട്ടിലൊക്കെ പോയാൽ വിവരദോഷികളായിരിക്കുന്ന ആളുകൾ പെണ്ണുങ്ങളുമായി പല സ്ഥലങ്ങളിൽ കറങ്ങാറുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഔലിയാക്കന്മാരുടെ മക്കാമുകളിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ആർഭാടത്തോടുകൂടെ ഒരുക്കി തയ്യാറാക്കി നല്ല നല്ല പുതുവസ്ത്രങ്ങളും അഴകുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ സുഗന്ധ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ആഭരണം അണിഞ്ഞിട്ടൊക്കെ വല്ല കല്യാണത്തിനൊക്കെ പോലെ പോവാറുണ്ട്. ഇതൊന്നും ശരീഅത്ത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. പറഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നത് സംശയമൊന്നും ഈ കാര്യത്തിലില്ല എന്നും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പരിധി വരേക്ക് മാത്രമേ നമുക്ക് സ്ത്രീകളുമായി പുറത്തിറങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. പിന്നെ ചെയ്യുന്നത് മുഴുവനും അത് അനിസ്ലാമികമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്ക് അതൊക്കെ മുസ്ലിയാക്കന്മാർക്കും പണ്ഡിതന്മാരുടേതാണ്. ദീന് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നത് വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാന, നിങ്ങൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടത് ഇസ്ലാം ദീനാണ്. നിങ്ങൾക്ക് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടിമകളാണ്. അതിൽ മുസ്ലിയരുണ്ടാവും, തങ്ങളും ഖോജയും ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനോ മുതലാളിയും തൊഴിലാളിയും രാജാവും പറഞ്ഞ് എല്ലാവരിലും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ ദീന്, അതിന്റെ ആസ്ഥാനത്തുള്ള പ്രയോഗം അത് ആര് ചെയ്തോ അവനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അനിസ്ലാമികമായിരിക്കുന്ന പരിഷ്കാര സംസ്കാരങ്ങൾ ആര് പ്രവർത്തനത്തിൽ അത് കൊണ്ടുവന്നോ, അതിനെ അനുകരിച്ചോ, അതിനെ ഇഷ്ടപ്പെട്ടോ, അതിന്റെ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയോ, ഒരു കാരണവശാലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ശാശ്വതമായ ജീവിതം മുഴുവനും നശിച്ചുപോയി, പരാജയപ്പെട്ടു പോയി എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് നമുക്കുള്ളതല്ല, അത് നമ്മെക്കുറിച്ച് പറഞ്ഞതല്ല. അത് ഒരു വിഭാഗം ആളുകൾ ഈ പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും മദ്രസയെ പഠിപ്പിക്കുന്ന ആളുകളും കഴിവില്ലാത്ത കുറെ പാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാര് എന്ന് പറയുന്ന ഒരു കുപ്പായം തലയെക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്ന അവർക്കുള്ളതാണ് എന്ന് ധരിക്കുന്ന ധാരണ വളരെയധികം വെട്ടിത്തരവും വളരെയധികം മോശമായിരിക്കുന്ന ചിന്താഗതിയുമാണ്. മേലിൽ അങ്ങനെ ചിന്തിച്ചു പോരുത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക, അത് അള്ളാഹുവിന്റെ ദീന് നമ്മെ ഏൽപ്പിച്ചതാകുന്നു. അതിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്ത്രീകളൊക്കെമായി നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, നാട്ടിലൊക്കെ എത്തിയാലാണല്ലോ കൂടുതൽ, ഇവിടെയും ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് സ്വന്തമായ നഫ്സിന്റെ ശാശ്വതമായ വിജയത്തിന് വേണ്ടിയാണ്. ഇത് കാണാത്തൊരു കാര്യമായതുകൊണ്ട് പെട്ടെന്ന് വിജയം വരുന്ന കാലത്തുള്ള ജീവിതമൊന്നും ഒരാൾക്കും ചിലപ്പോൾ ഉറപ്പുണ്ടാകുകയില്ല. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ആദ്യമായിട്ട് തന്നെ തുടങ്ങി വെക്കുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ആദ്യമായി അള്ളാഹു പറയുന്നു അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അലിഫ് ലാം എന്ന് പറയുന്ന അലിഫ് ലാം മീം അള്ളാഹുവെങ്കിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അവതരിക്കപ്പെട്ടതായ ഖുർആൻ. അലിഫ് അള്ളാഹു, ലാം ജിബ്രീൽ, മീം മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നത് ദാലികൽ കിതാബു, നിങ്ങൾ വായിക്കുന്ന ഖുർആനില്ലേ, നിങ്ങൾ ഓതുന്നതായ ഖുർആന് ലാ റൈബ ഫീ, ഒരു സംശയിക്കാൻ ഒരു അവകാശവും അതിലില്ല, ഒരു ചാൻസും അതിലില്ല. സംശയമില്ല എന്നുള്ള പദത്തിന് ലാ ശക്ക എന്നുള്ള പദം മാറ്റിയിട്ട് അള്ളാഹു ഉപയോഗിക്കുന്നു ലാ റൈബ ഫീ, ഒരു കാരണവശാലും മുഅ്മിനീങ്ങൾക്ക് അതിൽ സംശയമില്ല.
എന്നിട്ട് അള്ളാഹു പറയാണ്, എങ്ങനത്തെ മുഅ്മിനീങ്ങളിൽ ലാ റൈബ ഹുദൽ ലിൽ മുത്തഖീൻ, നന്നാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് വഴികാട്ടിയാണ്. നല്ലവർക്ക് പിന്നെ വഴികാട്ടേണ്ടതില്ലല്ലോ, ഉള്ളതിനെ പിന്നെ ഉണ്ടാക്കേണ്ടതില്ലല്ലോ. നന്നാവണം, പടച്ചോനെ എനിക്കൊന്ന് നല്ല രൂപത്തിൽ ജീവിച്ചിട്ട് ഉള്ള കാലം നല്ല പോലെ ജീവിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്തും ഒരു മനുഷ്യൻ മരിക്കും പോലെ എനിക്ക് മരിച്ചു പോകണം. ഇവിടെ പട്ടികൾ ചത്തുപോകുന്നുണ്ട്, ഇവിടെ സർപ്പങ്ങൾ ചാവുന്നുണ്ട്, ഇവിടെ എല്ലാ ജീവജാലങ്ങളും ചത്തൊതുങ്ങും പോലെ ചത്താൽ എനിക്ക് പറ്റുകയില്ല. എനിക്ക് മുസ്ലിമീങ്ങൾ മരിക്കും പോലെ ഒന്ന് മരിക്കണേ അല്ലാ. അതിന്റെ മാർഗം എന്താണെന്ന് അത് അല്ലാഹുവിന്റെ ഖുർആൻ അത് വഴികാട്ടിയാണ്. എന്നിട്ട് പറയുന്നു, വല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അവര് ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അതായത് അദൃശ്യ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ട്. അത് ആര് പറഞ്ഞു? പറയേണ്ടവര് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. ഞാനോ പറഞ്ഞതുപോലെ നിങ്ങളോ പറഞ്ഞതല്ല, പറയേണ്ടവര് പറഞ്ഞു. അതാരായിരുന്നു? ബഹുമാനപ്പെട്ട സാദിഖുൽ മസ്ദൂഖായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്? മരണം ശരിയാണ്, നമ്മൾ പറഞ്ഞു പോയി. നിരീശ്വരവാദി നിർമ്മതവാദിയും സമ്മതിക്കാൻ മജ്ബൂറായി പോയി, സംശയങ്ങളില്ല. മരണാനന്തര ജീവിതത്തിന്റെ തുടക്കമാണ് ഖബർ. ഇന്ന അദാബൽ ഖബരി ഹഖ്ഖുൻ, മുഅ്മിനീങ്ങൾ വിശ്വസിച്ചു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ചെറിയതായ ഹദീസിന്റെ ഒരു പൊരുളാണ് ഞാൻ ഈ പറയുന്നത്. ആയിഷ ബീവി എന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു യഹൂദിയത്തായ ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നു, അല്ലയോ ആയിഷ, ഒരു ചെറിയ സംശയം എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഭർത്താവാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അദാബിനെ കുറിച്ച് വല്ലതും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന ആയിഷ. ആയിഷ ബീവി പറയാണ്, പെണ്ണെ, ഇതുവരേക്കും എന്റെ ശ്രദ്ധയിൽ അത് കുടുങ്ങിയിട്ടില്ല, പെട്ടിട്ടില്ല. ഞാൻ അടുത്ത സമയത്ത് റസൂലുള്ളാഹി വന്നാൽ ഞാൻ അന്വേഷിച്ച് മറുപടി പറയാം. ബഹുമാനമുള്ള നബി തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ആയിഷ ബീവി സംഭവങ്ങൾ പറഞ്ഞു. നബിയെ, ഒരു യഹൂദിയത്ത് പെണ്ണ് വന്ന് എന്നോട് ചോദിച്ചു, ഖബറിന്റെ അദാബിനെ കുറിച്ച് തങ്ങൾ വല്ലതും പറഞ്ഞിരിക്കുന്നോ എന്ന്. എനിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ബഹുമാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യാ ആയിഷ, ഇന്ന അദാബൽ ഖബ്രി ഹഖ്. ആയിഷ, ഖബറിന്റെ അദാബ് വളരെ ഹക്കാണ്, സംശയമൊന്നും ആ കാര്യത്തിലില്ല. വളരെ ഉറപ്പാണ് ആ സംഭവങ്ങള്. അദാബിന്റെ നേരെ മറുവശമാവുന്ന നെഈമുകളും അത് ഹക്കാണ്. ഇത് വേറെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഖബറിന്റെ അദാബ് വളരെ ശരിയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുറച്ച് സഹാബികളും കൂടി ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോഴതാ ബഹുമാനപ്പെട്ടതായ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നീ സമിഅതു സൂറത്തുൽ മുൽക്ക് യുഖറഉ. അല്ലയോ മഹാനാ നബിയേ, സൂറത്തുൽ മുൽക്ക് ദാ ഓതുന്നതായിട്ട് ഒരു ഖബറിന്റെ ഉള്ളിൽ ഞാനിത് കേൾക്കുന്നു. യാ റസൂലല്ലാഹ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന സൂറത്ത് ഇങ്ങനെ ഓതുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നു നബിയെ, ഒരു ഖബറിൽ നിന്ന്. നബി തങ്ങൾ പറയുന്നു, ഏ സഹോദരാ, തീർച്ചയായിട്ടും അത് ശരിയാണ്. സൂറത്തുൽ മുൽക്ക് എന്നുള്ളത് തുൻജീഹി മിൻ അദാബിൽ ഖബ്ർ, തുൻജീ സാഹിബഹു മിൻ അദാബിൽ ഖബ്ർ, ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തുൽ മുൽക്ക് പതിവായിട്ട് ഓതുന്നതായ മനുഷ്യന് ഖബറിന്റെ അദാബിൽ അല്ലാഹു രക്ഷ കൊടുക്കും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഓതാത്തതായ സഹോദരങ്ങളെ, എല്ലാ ദിവസങ്ങളും നിങ്ങളൊരു പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതണം. രാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതിന് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചാൽ ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിക്കോ. റബ്ബ് സുബ്ഹാനഹു വ തആല ആരും കാണാനില്ല, ആരും സഹായിക്കാനില്ലാത്തതാ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് നമുക്ക് ജീവൻ നൽകുമെന്ന് വിശ്വസിക്കൽ മുഅ്മിനീങ്ങളുടെ കടപ്പാടാണെന്ന് ഖുർആനിന്റെ ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, യുമിനൂന ബിൽ ഗൈബി. ഇത് കാണാത്തൊരു സംഭവമാണ്. ആരും അവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. പിന്നെ ആര് പറഞ്ഞു? പറയേണ്ടവര് പറഞ്ഞു. മുഅല്ലിമുല്ലാലമാവുന്ന ലോകത്തിന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു പോയി. ആ ഗുരുനാഥനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കഠോരമായ ശിക്ഷകൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നാം സ്വന്തമായ ഭാര്യമാരെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കി വളർത്തി ജീവിക്കാൻ വേണ്ടി അതിന് സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് മുസ്ലിയാക്കന്മാർക്ക് വിട്ടുകൊടുത്താൽ പറ്റുകയില്ല, ആരുടെയും കുത്തക അവകാശവുമല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചതായ മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ വളർത്തണം. അവരുടെ ബാധ്യത നമ്മുടെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു. അമാനത്ത് എന്ന് പറയപ്പെടുന്നത് വിശ്വസിക്കാരനെ ഏൽപ്പിച്ചതായ വിശ്വാസ സ്വത്താണ്, വദിയത്താണത്. അതിൽ കളങ്ക് നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല.
അപ്പൊ നമ്മൾ എവിടെ നാട്ടിൽ പോയാലും വേണ്ടില്ല, ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകളും വേണ്ടില്ല, അവരെങ്ങനെ ഒരു കയറിട്ടിട്ട് അങ്ങാടിയിൽ മാർക്കറ്റിലും ഇങ്ങനെ കൊണ്ടുനടക്കുക. ചില ഇംഗ്ലീഷിലെ കാണും, ചില പട്ടിനെ കയറിട്ട് കൊണ്ടുനടക്കുന്നത്. ഇതുപോലെ ഒരു കയറിട്ട് റോട്ടിലും അതുപോലെ കടകളിലൊക്കെ കയറിയിട്ട് ഒരു സാധനത്തിന് ആവശ്യമില്ല, അവിടെ ഒന്ന് ചെറിയിലോക്കി ഇവിടെ നിന്ന് ചൂടാവണവർ ചൂടാവട്ടെ, നടക്കുന്നവർ നടക്കട്ടെ, എന്തായാലും വേണ്ട. ഞാൻ കാര്യം പറയാണ്, അല്ല ഭയങ്കര ദേശമുള്ള ആൾക്കാരുണ്ടാവും ഉപ്പയെ കൂടുതൽ. എല്ലായിടത്തും നോക്കി ഒരു സാധനം ഇട്ട് വാങ്ങൂല്ല. അപ്പോഴേക്കും സ്വർണ്ണപ്പൂടിയെ കണ്ടു ഇങ്ങനെ നോക്കി, അപ്പോൾ അവിടെ നിന്ന് കയറി എല്ലാം എടുത്ത് നോക്കി, സ്വർണം വാങ്ങാൻ കയ്യിൽ കാശില്ല, ഒക്കെ കണ്ട് രസിച്ചു മതിച്ചു പോന്നു. ഇതിൽ അവൻ നഷ്ടപ്പെട്ടു പോയി. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സൂചനകളൊക്കെ പറയുന്നത്. ഇതിനുവേണ്ടി ഒരു വേറൊരു ക്ലാസ് വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഓരോരുത്തരും ഭാര്യമാരെ വെക്കേണ്ട സ്ഥലത്ത് വെച്ചു കാത്തു സൂക്ഷിച്ചാൽ അത് അമൂല്യമായ ഒരു സ്വത്താണ്. എന്തൊരു ബഹുമാനമാണ് അതിനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിരിക്കുന്ന അമൂല്യമായ സ്വത്ത്, അതിന്റെ ശാഖാപരമായ പ്രവർത്തനങ്ങളും ശാഖാപരമായ കാര്യങ്ങളും അനന്തരികളുമായി നമ്മൾക്ക് അള്ളാഹുത്തിൽ ഏൽപ്പിച്ചു എന്നിട്ട് അതിനെ കൊണ്ടുപോയി അടുക്ക് പിടിപ്പിച്ച് ആകമാനം നാശമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ബുദ്ധിശൂന്യമാകുന്നു. അങ്ങനത്തതായിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ പെണ്ണുങ്ങളേറ്റൊന്നും മാർക്കറ്റിൽ പോണ നാട്ടിലൊക്കെ ചെന്നാൽ വളരെ മോശമായ അന്തരീക്ഷമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് 18, 19, 18 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കാൻ കീറമുണ്ട് സമ്മതിക്കുന്നില്ലല്ലോ. കീറമുണ്ടിന്റെ നിയമം അനുസരിച്ച് 18 വയസ്സാവണം. നമ്മുടെ നിയമം അനുസരിച്ച് കുട്ടി എന്താ +2, +2 എന്തോ പഠിക്കുന്ന പഠിപ്പൊക്കെ കഴിയട്ടെ. അപ്പോഴേക്ക് ഒരുപാട് പ്രായമായ കുഞ്ഞിനെ കൂട്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റുകളിലും ജ്വല്ലറികളൊക്കെ പോയിട്ട് ഈ പാവപ്പെട്ടതായ പെൺകുട്ടിന്റെ നഗ്നമായ ശരീരത്തെ പ്രകടമാക്കി ആ കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ കാണാൻ വേദി ഒരുക്കി കൊടുക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായിരിക്കുന്ന അമ്പിയാക്കളും ഔലിയാക്കളും മുഴുവനും നിഷിദ്ധമാക്കിയതാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ തള്ളാനും കൊള്ളാനും അധികാരം നിങ്ങൾക്കുണ്ട്. ഇത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തെറ്റാണോ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ പറയുകയാണ്. ആ കുട്ടി മാത്രമല്ല പോകുന്നത്, ആ കുട്ടിയെ കെട്ടിച്ച് വായിച്ചതായിരിക്കുന്ന ചേട്ടത്തിമാര് പോകണം, സഹോദരന്മാര് ഭാര്യമാര് പോകണം. ഉമ്മാക്കും ചെറിയൊരു പൂതി വന്നപ്പോ എന്നാ ഉമ്മയും പോരട്ടെ. അയൽവാസിയായ പെൺകുട്ടികളും പറഞ്ഞിരുന്നു, മോൾക്ക് സ്വർണ്ണം എടുക്കാൻ പോകുമ്പോ ഞാനും പോരാ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? അഭിപ്രായം പറയാനാ കൊണ്ടുപോകുന്നത്. കുറെ ഇങ്ങനെ ചിരിയിൽ വെക്കാൻ വേണ്ടി, ഇതിന്റെ മുമ്പ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോവുക ചില പെണ്ണുങ്ങളൊക്കെ. ഈ ജാതി തെണ്ടിത്തരങ്ങളാകുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ഇസ്ലാമിനെ താറുമാറാക്കി കുഴച്ച് നാശമാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല മനസ്സോടുകൂടെ നിങ്ങൾ ചിന്തിക്കി. നല്ല ഹൃദയത്തോടുകൂടെ ഇൻസാഫ് എന്ന് പറയപ്പെടുന്ന മനസ്സോടുകൂടെ ചിന്തിച്ചാൽ അള്ളാഹു ഹിദായത്തിലേക്ക് എത്തിക്കും. ആ കൂട്ടരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതൊക്കെ അധികമൊന്നും ആയിട്ടില്ല തുടങ്ങി വെച്ചിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നമുക്ക് ഉമ്മമാരുണ്ടെങ്കിലും അവരെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. ആ ഉമ്മാനെ കല്യാണം ചെയ്യുന്ന സമയത്ത് ചെറിയതാണെങ്കിലും ചെറിയ സ്വർണ്ണ ഉമ്മാക്ക് കിട്ടിയില്ലേ? ഏറിയ ഒരു 10 പവനെന്ന് പഹനില്ലെങ്കിൽ നല്ല കട്ട പിടിച്ചതായ സ്വർണ്ണങ്ങൾ കുറച്ച് കിട്ടിയില്ലേ? ആ ഉമ്മാനെ ഒരു തട്ടാന്റെ അരികിലേക്ക് പോയിട്ട് ആ ഉമ്മാന്റെ പിതാവ് കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാന്റെ ആളുകൾ കൊണ്ടുപോയെന്നോ? ഇല്ല, കൊണ്ടുപോയിട്ടില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാം. ആ ഉമ്മാന്റെ അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീരെ ആ കുട്ടി പുറത്ത് തന്നെ പോയിട്ടുണ്ടാകുകയില്ല. എന്തേ അവർക്ക് കുറവ് സംഭവിച്ചത്? ഒരു കുറവും സംഭവിച്ചില്ല. ഇപ്പൊ നമ്മളായിട്ട് കുറച്ച് സൗകര്യങ്ങളും പൈസയും അവിടെ നിന്നും കടം വാങ്ങിയിട്ടും ബണ്ടം വെച്ചിട്ടും കട്ടിട്ടും കവർന്നിട്ടൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായപ്പോ നമുക്ക് ദീനൊന്നും വേണ്ട, ദുന്യാവ് മാത്രം മതി എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടാവരുത്. അതിനു വേണ്ടി ഞാൻ ഈ ചാൻസിലൂടെ ഉപയോഗപ്പെടുത്തിയതാണ്. റബ്ബ് ഫലപ്പെടുന്നതായ മുഅ്മിനീങ്ങൾക്ക് ഫലപ്പെടുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഒരു ഭാര്യ ഹജ്ജിന് പോകുന്ന സമയത്ത് ഭർത്താവിനോട് അനുമതി ചോദിച്ചപ്പോ സമ്മതം കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഒരു പേടിയും പേടിക്കണ്ട. ഇസ്ലാമിന്റെ സഹായവും ഇസ്ലാമിന്റെ അനുമതിയും അവൾക്കുണ്ട്. അതേ സമയത്ത് ഇവൻ അവളെ തടഞ്ഞു വെച്ചാലോ ഇവൻ ആ വിഷയത്തിൽ കുറ്റക്കാരനാകുന്നു. അവളുടെ കഴിവെന്താ എന്നുള്ളത് അവൾ ആണിന്റെ കഴിവ് പറയുന്ന കൂട്ടത്തിൽ തന്നെ കഴിവുകളൊക്കെ നമുക്ക് പറയാം. ഒരു നിബന്ധന കൂടുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? അവളോട് മഹാരബിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളുണ്ടാവുക. ഇന്നിപ്പോ ആ കേസുകളുണ്ടല്ലോ, സൗദി എംബസിയിലൊക്കെ വിസരിക്കാൻ കൊണ്ടുപോയാല് അവർക്ക് ഇപ്പോൾ കണക്കുകൾ 40 വയസ്സാ. 40 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാണെങ്കിൽ അവളെ കൂടെ ഭർത്താവ് ഉണ്ടാവണം. ഭർത്താവാണെന്ന് ഉറപ്പ് വരുത്തുന്ന രേഖകളോടുകൂടെ, അല്ലെങ്കിൽ വാപ്പയാണെന്ന് ഉറപ്പ് വരുത്തുന്ന മകളാണെന്ന് ഉറപ്പ് വരുത്താനുള്ള രേഖ പ്രകാരം അവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോയില്ല. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പോരുമ്പോൾ ചില സ്ത്രീകളൊക്കെ ബുക്ക് ചെയ്തിരുന്ന നമ്മൾ പരിചയമുള്ളവർ 1-2 ആളുകൾ ഇങ്ങോട്ട് വിവരം അറിയിച്ചു. വന്നപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു, വിസ അടിച്ചു കിട്ടുന്നില്ല, 40 വയസ്സ് ഏകദേശം ആയിട്ടുള്ളൂ. അതേസമയത്ത് ആ പെണ്ണിന്റെ ഉമ്മ പോകുന്നുണ്ട്, അതിന്റെ സ്വന്തക്കാരായ കുറെ ആളുകൾ പോകുന്നുണ്ട്. അതൊന്നും ഇപ്പൊ ആളുകൾക്ക് നോട്ടമില്ല. അപ്പൊ ഒരു നിയമം അവിടെ പഴയ കാലത്ത് ഉണ്ടായത്, ആ നിയമത്തിന്റെ പേരിൽ ഒരു നിയമം നടത്തുക. ഇപ്പൊ നിയമമാണോ അല്ലെന്ന് നോട്ടമില്ല. അതുകൊണ്ട് ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ഇങ്ങനെ ആരുമായി നാം സഹകരിച്ച് സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടിയോ അവരോടെല്ലാവരോടും ഈ സമയത്ത് അവസാനത്തെ ഒരു യാത്രയാണല്ലോ ഹജ്ജ് യാത്ര, അന്തിമ യാത്ര. മുമ്പൊക്കെ ഹജ്ജിന് പോയിരുന്നതായ പ്രായമുള്ള ആള് കുറെ പ്രായമായതിന്റെ ശേഷം ഇനി ഇവിടെ ജീവിച്ചിട്ടൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. അതെല്ലാം ഊക്കും എടുക്കും യോഗ്യതൊക്കെ പോയി. ഇനി ഏതായാലും പോകുന്ന സമയത്ത് ആചാരായിട്ട് അങ്ങോട്ട് മരിക്കാം.
എന്നൊരവസരം എത്തിയാലാണ് നമുക്ക് പുറപ്പെടുക. അപ്പൊ അങ്ങനെ പുറപ്പെട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്തൊരു ബഹുമാനമാണ്. അവിടെ അജിന് പോവുകയാണ്, നമ്മുടെ മഹ്മുക്ക അജിന് പോവുകയാണ്. അൽഹംദുലില്ലാഹ് അജിന് പോവുക, അള്ളാഹുവിന് അജിന് പോകണല്ലേ എന്ന് അയാളെ പോയി ഒന്ന് കാണണം. എന്തോ ഒരു സന്തോഷമാണ്. അതൊക്കെ നല്ല കാര്യമാണ്, മോശമല്ല, നല്ല കാര്യമാണ്. ബഹുമാനം പോകുന്ന ആൾക്കും വീട്ടുകാർക്കും കുടുംബാദികൾക്കൊക്കെ എല്ലാവർക്കും വളരെ റാഹത്തോടുകൂടെ വന്ന് രാത്രി സമയത്ത് നാളെ പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി ആ വീട്ടിൽ വലിയൊരു സദ്യവട്ടം നടത്തി ഹബീബാ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദുകളൊക്കെ ഓതി കുടുംബാദികളും അയൽവാസികളും ബന്ധുമിത്രാദികളൊക്കെ വന്ന് റാഹത്തായിട്ട് ഒരു അടിയന്തരം എന്ന് പറയപ്പെടുന്ന ഒരു അടിയന്തരം, ചാവടിയന്തരം എന്നൊക്കെ പറയും ചില നാട്ടിൽ. ചാവടിയന്തരം എന്ന വാക്കന്നെ പറയാൻ പാടില്ല. ചില രാജ്യത്ത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ കൂടുതൽ തന്നെ ഉണ്ടാവും. ആരാന്നൊന്നും ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചത്തതൊന്നുമല്ല, മരിച്ചതാണ്. മരിച്ചവിടെ എന്തിനാണെന്ന് പറയാ. ചാവുക മരിക്കാതെ രണ്ടും ജീവൻ പോകുന്നതിനാണെങ്കിലും ആ ഭാഷയുടെ പ്രയോഗത്തിൽ ബഹുമാനക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചാവുക എന്ന് പറഞ്ഞാലും ജീവൻ പോവുക. ചാവുക എന്നൊക്കെ നമ്മൾ പറയല് ഈമാനില്ലാത്തവറ്റ് തീർന്നു പോയാൽ ചത്തുപോയി പറയും. നാൽക്കാലി പോയാലും ചത്തു പറയും. ആന തീർന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആന ചെരിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തേ കാരണം? ആ വലിയ സാധനമാണ്. അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞ മോശമല്ല. അതുകൊണ്ടല്ലേ ബാക്കിയുള്ള എല്ലാ ജീവികളെ പറ്റി ചത്തു മരിച്ചു എന്ന് പറയും. മുസ്ലിമീങ്ങളെ കുറിച്ച് എടുത്തോളം ചത്തുപോയി എന്ന് നമ്മളെ പറയുന്നത് വളരെ അതവുകളുടെ സൂലതമാകുന്നു. അപ്പൊ ഒരു അടിയന്തരത്തിന് ചാവടിയന്തരം എന്ന് പറഞ്ഞ വാക്ക് ചേർക്കുക എന്നുള്ളതും അത്ര നല്ലതല്ല. ചിലവർ ചാവ് കഴിക്കുക അറിയും. ചാവ് കഴിക്കുക, അതായത് ആ ചത്ത പാവാട് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് അതിന്റെ ഉദ്ദേശം. പിന്നെ ചിലവർ തൗബയല്ലി പുറത്താക്കാന്ന്. ഞാനൊരു സ്ഥലത്ത് ഒരു രാജ്യത്ത് ബന്ധപ്പെട്ടു. കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ പള്ളിയിലുള്ളതായിരിക്കുന്ന മുക്കറി പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോകാണ്ട് എന്തിനാണ് പോണെന്ന് ചോദിച്ചാൽ അവിടെ ആ പെണ്ണിനെ പുറത്ത് അകത്തിരിക്കാനൊക്കെ ഒരുപാട് ദിവസം ഇരിക്കാൻ വീട്ടിലാറില്ല. അപ്പൊ തൗബ ചൊല്ലിയിട്ട് കൊണ്ടുവന്ന് പുറത്താക്കാനാണ്. ഇദ്ധരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇദ്ധരിക്കാന്ന് അകത്തിരിക്കാന്ന് പറയുന്നത് മറയിലിരിക്കുക. അവിടെ വീട്ടിലെ ആളില്ലാത്തതുകൊണ്ട് ഈ തൗബാട് ചൊല്ലി കൊടുത്താൽ പിന്നെ പുറത്തിടാൻ. എന്താണ് തൗബ? അല്ലാഹു അലം ബിസ്സവാബ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഭർത്താവ് മരിച്ച 4 മാസം 10 ദിവസം അകത്ത് അടങ്ങിയിരുന്നോളണം. ഇസ്ലാമിന്റെ ശറഈന്റെ നിയമം, ഖുർആനിന്റെ നിയമം. യതറബ്ബസന അർബഅത അശ്ഹുരിൻ വഅശ്റ. 4 മാസം 10 ദിവസവും ആ നിയമാനുസൃതമായി അടങ്ങിയിരുന്നോളെന്ന. പിന്നെ എന്ത് തൗബ ഞാൻ ചൊല്ലി കൊടുക്കാനുള്ളത്? ആ ഇരുന്നോടത്തോളം ഇരുന്നത് തെറ്റാണ്. ഇനി തെറ്റിലേക്ക് പോകുന്നത് തെറ്റ് പൊറുക്കാനാണ്. ഇങ്ങനെ ഒരുപാട് വിഡിത്തരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നാം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്നത് ആ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതെന്തേ പറഞ്ഞത്? നമ്മുടെ വിഷയം എന്താ? നിങ്ങൾക്ക് ദേശം പിടിച്ചിട്ട് ഇന്ന് വിഷയം മറന്നുകൊണ്ടല്ലേ? ചില വിഷയത്തിലൊക്കെ ചൂടാവണുണ്ടല്ലേ? ഒന്നല്ല. അപ്പൊ ഒരു അടിയന്തരം കഴിച്ചിട്ട് എന്ത് ചെയ്യാ? എനിക്കെന്നെ ഓർമ്മ വന്നല്ലോ. നിങ്ങൾക്ക് മനസ്സിലേക്ക് ചൂടായിക്കണെന്ന് കുറെ ആൾക്കാർ ചൂടായിട്ടുണ്ട്. പിന്നെ രാത്രി വലിയ പരിപാടികളൊക്കെ നടത്തിയിട്ട് രാവിലെ സുബഹി നമസ്കരിച്ച ഉടനെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു ബഹുമാനത്തോടു കൂടിയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനും കൊണ്ട് പോകുന്നത്. അയാളെ യാത്രയാക്കാൻ വേണ്ടി. ഇന്നത്തെ പോലെ നമ്മുടെ അരികിലേക്കൊന്നും വാഹനങ്ങളൊന്നും വരുന്ന കാലങ്ങളും സൗകര്യങ്ങളൊന്നും അധിക സ്ഥലങ്ങളിൽ ഇല്ലല്ലോ. അവ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ വളരെ ബഹുമാന സൂചകമായി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കയറ്റിവിടുന്നു. അപ്പോ എല്ലാവരും അത് ആ വാട്ടാസിച്ച് കരഞ്ഞു പിരിഞ്ഞ് ബേജാറായി വിഷമിച്ചിട്ടാണ് പോകുന്നതിന്റെ കാരണം ഇനി മനുഷ്യനെ ഒരു കാരണവശാലും തിരിച്ചു കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം മയ്യത്ത് പൊതിയാനുള്ളതായ 3 കഫൻ തുണിയും കൊണ്ടുപോവുകയാണ് സഹോദരങ്ങളെ. ഇതൊക്കെ നമുക്ക് നിശ്ചയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പോകുമ്പോൾ ചില ആളുകൾ കപ്പലിൽ വെച്ച് മരിക്കുന്നു. ദിവസങ്ങളോളം കപ്പലാണ് അണയാനുണ്ടെങ്കിൽ അവിടുന്ന് കഫൻ ചെയ്ത് കൊണ്ടിട്ട് ആ മയ്യത്തിനെ അതാ ബഹറിലേക്കുള്ള അതിന്റെ ഉപകരണ വസ്തുക്കളുമായി ബഹറിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ അവിടെ എത്തിയാൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. എത്രയോ സഹോദര സഹോദരിമാർ അവിടെ പോയി മരിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളൊക്കെ സ്വർഗമാക്കി കൊടുക്കട്ടെ. അത്രയും ഒരു അന്തിമമായ യാത്രയായതുകൊണ്ട് ഇത് വലിയൊരു ബഹുമാനമുള്ള സംഗതിയാണ്. ഇത് വല്ലവർ കളിക്കാനുള്ളതല്ല. നിങ്ങൾ സാധാരണക്ക് ഞാൻ വന്നതിന് ശേഷം ചെക്കോപ്പിടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തിന് പലരും വിളിച്ചു ചോദിക്കുക, കുറച്ച് ദിവസത്തിന് പോകണില്ലേ, പരിപാടിയില്ലേ? വളരെ കുറച്ച് ഒരാഴ്ചക്ക്. എന്തേ? എനിക്ക് ഒഴിവില്ല, പീടികയിലെ ആളില്ല, ഈ ലീവ് ഇടില്ല. ആരാ ചെങ്ങായിമാർ എത്ര ബേജാറായിട്ട് ചെല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ? അവിടെ ആള് തകയാത്ത വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ടതായ സംഗതി ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്ത ബോധങ്ങളും നമുക്കുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കിട്ടുന്ന ലാഭങ്ങൾ എത്രയാണെന്ന് പറയാൻ സാധ്യമല്ല. മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖതറ അലാ ഖൽബി ബശർ. അതിന്റെ ഗുണങ്ങളാണ്. എത്രയോ മതിപ്പില്ലാത്തതായ നന്മകൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ഹജ്ജ് മബ്റൂറാനക്ക് ചെയ്താൽ ആ മനുഷ്യന് തംഫിൽ ഫഖറ, ദാരിദ്ര്യം പാടെ ഇല്ലാതെയായി പോകും. കമാ തംഫിൽ കീറു ഖബതൽ ഹദീദ്. കാറ് പിടിച്ചതായിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുപോയി ചൂടാക്കി വെള്ളത്തിൽ വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന അഴുക്കുകളൊക്കെ നീക്കി പരിശുദ്ധമാക്കും പോലെ ആ പുണ്യമായ കർമ്മം നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ചുറ്റുഭാഗത്തുള്ള സഞ്ചാരത്തോടുകൂടെ നിങ്ങളെ പാപങ്ങളൊക്കെ പോയി.
ഇത്ര പരിശുദ്ധമായ ഒരു കർമ്മമാകുമ്പോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇത്രയും നല്ല രൂപത്തിലായി വളരെ റാഹത്തോടുകൂടെ പോകാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. ആർക്കെല്ലാം നമ്മൾ കടപ്പാടുണ്ട് അവരോടൊക്കെ ഒരു തൃപ്തി വാങ്ങുക. തൃപ്തി വാങ്ങല് നമുക്ക് ആവശ്യത്തിൽ കടപ്പാടിൽപ്പെട്ട തൃപ്തി തരാ എന്നുള്ളത് അവരുടെയും ബാധ്യതയാകുന്നു. ഇല്ല എങ്കിൽ അവർ ആവശ്യത്തിൽ കുറ്റക്കാരാകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവണം. ഇന്നലെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ പറഞ്ഞു. മരിച്ചു പോയിരിക്കുന്ന മാതാപിതാക്കളോട് ആർക്കെങ്കിലും വല്ല വിദേശങ്ങളും വല്ല കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്നതായിരിക്കുന്ന ആളുകൾ പ്രത്യേകം ഹജ്ജ് മബ്രൂറാവാൻ വേണ്ടി സഹായകരമാവണം. അതുപോലെ നമ്മുടെ ഭാര്യമാര് മുഖേനയായിട്ടായാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. ഇനി ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ഫർലായ ഹജ്ജാണ്. ഈ സുന്നത്തായ ഒരു ഹജ്ജിന് വേണ്ടിയാണെങ്കിലോ ഭർത്താവ് സമ്മതം കൊടുത്തില്ലെങ്കിൽ ഭാര്യ പോകൽ ഹറാമാകുന്നു, കുറ്റമാകുന്നു, അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. ഭർത്താവിന്റെ അനുമതി കൂടാതെ കണ്ട് ഭാര്യ സുന്നത്തായ ഹജ്ജിന് പോകാൻ പറ്റുകയില്ല. മാതാപിതാക്കളുടെ അനുമതി കൂടാതെ കണ്ട് അതാ മക്കള് സുന്നത്തായ ഹജ്ജിന് പോകാൻ പറ്റുകയില്ല. അത് ഹറാമാണ് എന്ന് മാത്രമല്ല, അവരത് പിന്തിരിപ്പിക്കാൻ നിയമപരമായിട്ട് അവർക്ക് അധികാരമുണ്ട്. ഏത് നിരക്കുള്ള ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിലും അവരെ പിന്തിരിപ്പിക്കാം. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലും വേണ്ടില്ല, കൈ കൊണ്ട് തടഞ്ഞാലും വേണ്ടില്ല, ഏത് രൂപത്തിലും അവർക്ക് എന്ത് ചെയ്യാം, അവരെ പിന്തിരിപ്പിക്കാം. യാതൊരു പ്രശ്നമൊന്നും ആ കാര്യത്തിലില്ല. അതേ സമയത്ത് ഫർളായ അമലാണെങ്കിൽ അതിനെ അനുവദിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം, പിന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട വൽ യഹരിസു അലാ അൻ തകൂന നഫഖതുഹു ഹലാലൻ ഖാലിസതൻ മിന ശുബ്ഹാ ഫഇൻ ഖാലഫ വഹജ്ജ ബിമാ ഫീഹി ശുബ്ഹത്തുൻ ഔ ബിമാലിൻ മഗ്സൂബിൻ സഹ ഹജ്ജുഹു ഫിൽ ലാഹിരി. അവൻ എന്ത് ചെയ്യണം? ഹജ്ജിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായ പൈസ, അതിന്റെ സമ്പത്ത് അത് ഹലാലാണെന്ന് ഉറപ്പുള്ളതാവുക. ശുബ്ഹത്തിന്റെ മുതലാവാതിരിക്കുക. ഹറാമുമാവരുത്, ശുബ്ഹത്തുമാവരുത്. ഹറാമ് എന്ന് പറഞ്ഞാൽ ഹറാമാന്ന് ഉറപ്പുള്ളത്. പലിശന് കൊടുത്തതായിരിക്കുന്ന മുതലിന്റെ ആദായം, ആ പലിശ മുതല്, അത് ഇതിനു വേണ്ടി നീക്കി വെച്ചു. അല്ലെങ്കിൽ കള്ളുഷാപ്പ് നടത്തിയിട്ട് കിട്ടിയതായിരിക്കുന്ന പൈസ, കള്ളുഷാപ്പ്, ബാറ് ഷാപ്പ്, ജോറ് ഷാപ്പ്, ഇതൊക്കെ അതിൽ പെട്ടതാ. ആളുകൾ പോകുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീ ഒരു കാർഡ് കിട്ടിയിരുന്നു, അതിന്റെ പേര് കിട്ടിയതാ ലോട്ടറി കിട്ടും. സാധാരണ ആൾക്ക് അടിച്ചു കിട്ടണ്ടല്ലോ. ചില ആളുകൾ അതൊന്നും മിണ്ടില്ല, അങ്ങനെ അവസാനത്തെ ഘട്ടത്തിലേ മിണ്ടുള്ളൂ. 2-3 വർഷം മുമ്പ് നമ്മുടെ കൂടെ ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു കിട്ടി. അയാൾ വളരെ അടുപ്പൊക്കെ കാണിക്കും, പല സാധനങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഈ കാര്യം അറിയില്ല. പിന്നെ ഒരു സമയത്ത് എല്ലാം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് ഉസ്താദിനോടൊരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എന്താ, അവർക്ക് നല്ലൊരു സംഖ്യ കിട്ടി. വളരെ ഫർഹാനാ, വളരെ സന്തോഷവാനാ. ഞാനത് അറിയാതെ കണ്ട് ഈ ലോകത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കിട്ടണമൊക്കെ ഇങ്ങനെ മുടങ്ങാതെ തന്നെ പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ചങ്ങാതിനെ തെറ്റി പിന്നെ ഒരു സാധനം തരില്ല. അവിടെ ഉണ്ട് അല്ലാ വരം. എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിടന്നൊക്കെ മുടങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ സമയത്ത് പറഞ്ഞു. നേരിട്ടൊന്നും പറയില്ല. നമ്മുടെ ജീവിതം എങ്ങനല്ലേ, പറയാതിരിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയായിട്ട് പറയുമ്പോൾ ഒരൊറ്റ പേരിൽ പെരുന്നവർക്കൊക്കെ പെടുന്നല്ല, നേരിട്ട് പറയില്ല. അങ്ങനെ കുടുങ്ങി പിന്നെ ഒരു സാധനം തന്നില്ല, അപ്പൊ അടുപ്പില്ല. ഏതായിരുന്നാലും ആവട്ടെ, ഇങ്ങനെ കിട്ടിയതായ പൈസയാണെങ്കിൽ പരിശുദ്ധമായ ഹജ്ജാകുന്ന ഈ അവസാനത്തെ കണ്ണിയിൽ ചെയ്യുന്ന പ്രവർത്തനത്തിന് അത് ഉപയോഗപ്പെടുത്തൽ തെറ്റാണ്, ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് ശരിയല്ല, ഹറാമാണെന്ന് ഉറപ്പുള്ളത്. അതുപോലെ ശുബ്ഹത്ത് പറയാൻ ഹറാമുണ്ട്, ഹലാലുമുണ്ട്, നല്ലതുമുണ്ട്, ചീത്തതുമുണ്ട്. ബാങ്കിലാണ് ജോലി, ഒരു ഉദാഹരണം വേഗം മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ബാങ്ക് ഇനി 10 പേട്ട് ചോദിക്കാനൊന്നും വരണ്ട, ബാങ്കിൽ ജോലി ചെയ്തൂടെ എന്താ നമ്മൾ മറുപടി തരാ? പറ്റില്ല, നിങ്ങൾ വിട്ടുപോവോ? ഇല്ല, വിട്ടുപോകുന്നില്ല, ഉറപ്പാ. പിന്നെ വെറുതെ ആ ചോദ്യത്തിനൊന്നും നിങ്ങൾ വരണ്ട. അതിൽ നല്ല പൈസയുണ്ട്, ഹലാലായ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഈ സ്ഥലമാണല്ലോ ബാങ്ക് എന്നത്. അതിന്റെ പേര് കിട്ടാവുന്ന ആദായം, അത് രണ്ടും കൂടി മിക്സ് ആയപ്പോൾ ശുബ്ഹത്ത് എന്നതിന് പറയുന്നതാണ്. ശുബ്ഹത്ത് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇവന്റെ ഭൂമിയുണ്ട്, ഇവന്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ള ഭൂമിയുണ്ട്, അതിന്റെ ആദായങ്ങളാ. രണ്ടും കൂടി മിക്സ് ആയിരിക്കുന്ന ആദായങ്ങളാണ് അവനിൽ നിന്നുള്ളത്. അതേ സമയത്ത് നമുക്ക് 10 സെന്റ് പരിഷ്കരണം വന്ന സമയത്ത് നമുക്ക് കിട്ടിയ 10 സെന്റില് അതിൽ ആദായം ഉണ്ടായി. അതിൽ വെല്ലിയും കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്ന വൃക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളുടെ ആദായം മാത്രമാണ് അവന്റെ കയ്യിലുള്ളത്. അത് ഹറാമ് മാത്രമാകുന്നു. ഇത് രണ്ടുകൊണ്ടും ഹജ്ജിന് പോയാല് ഹജ്ജ് സഹീഹാണ്, ഹജ്ജ് മഖബൂലാവാൻ ഒരു സാധ്യതയുമില്ല. ഹജ്ജ് സഹീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾ ഇത്രയും സൗകര്യങ്ങളും ഇത്രയും വിശാലമായിരിക്കുന്ന എല്ലാ കഴിവും ഉണ്ടായിട്ട് ഇയാൾ ഹജ്ജിന് പോവാത്ത ഒരാളാണ് എന്ന് മറ്റു മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. ഹജ്ജ് ചെയ്തിരിക്കുന്നു അയാള്, എന്താടോ ഹജ്ജിന് പോവാത്തത് എന്ന് അയാളെ കുറിച്ച് പറയുകയില്ല. അതിന്റെ ആന്തരികമായ വശം അത് തെറ്റായതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഇത് മഖബൂലാണോ അല്ലേ പറയാനൊക്കെയില്ല. കബൂല് ബഈദാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ഹജ്ജുഹു സഹീഹ്, അവന്റെ ഹജ്ജ് സഹിയാണ്. വഖാല അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു ലാ യുജ്സീഹി അനിൽ ഫരീള, അവന്റെ ഹജ്ജ് കൊണ്ട് ഫർള് വീടുകയില്ല.
ഹജ്ജ് കൊണ്ട് ഫർള് ഒരു കാരണവശാലും വിടുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഹജ്ജായിട്ടില്ല. 3 ഇമാമികളും പറയുന്നത് ഹജ്ജിന് യാതൊരു കുഴപ്പമില്ല, ബാഹ്യമായിട്ട് അവൻ ഹജ്ജ് സഹിയാണ്, അതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ അതുകൊണ്ട് നാം കഴിവിന്റെ പരമാവധി അവസാനമായ ഒരു കാലഘട്ടം വരും എന്റേതായ അനുയായികളില് അവര് അന്ന് ഏറ്റവും ചുരുങ്ങി എത്ര സൂക്ഷിക്കുന്ന ഒരാൾക്കും പലിശയുടെ പുകയെങ്കിലും ഏൽക്കാതെ കണ്ട് ജീവിക്കാൻ പറ്റുകയില്ല. അതായത് ഹറാമ് കലർന്ന ജീവിതത്തിന്റെ മധ്യത്തിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. എവിടെ നോക്കിയാലും ഹറാമായ സമ്പത്തുകളാണ്. നാം കഴിഞ്ഞ കാല സമയങ്ങളിൽ പറഞ്ഞു തന്നെ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഒരു കട തുടങ്ങിയാൽ അതിലും ഹറാമ് കലർന്നിരിക്കുന്നു, വേറെ എന്ത് തുടങ്ങിയാലും ഹറാമ് കലർന്നു, ജോലി ചെയ്യുന്നിടത്ത് കിട്ടുന്നതും ഹറാമ് കലർന്നല്ലാതെ എന്താ കിട്ടാനുള്ളത്? വലിയ വലിയതായ കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരോടൊക്കെ ചോദിച്ചു നോക്കുക, ഇത് ഹലാലാണെന്ന് ഉറപ്പുള്ളതാണോ ഈ കടയിലുള്ളത് മുഴുവനും? അല്ല, അതിന്റെ മുഴുവത്തിന്റെ പിന്നിൽ പലിശയുടെ മുതലാകുന്നു. പലിശയുടെ മുതൽ കൊണ്ട് കച്ചവടം തുടങ്ങാൻ നേരത്ത് പള്ളിക്കല മുസ്ലിയരെ കൊണ്ടുവന്നിട്ടൊന്ന് ഫാത്തിഹ ധരിപ്പിച്ച മൂല്യരെ ആ കുറ്റം തീർന്നു പോകുമോന്നാ. മൂല്യര് വന്നിട്ട് ഒരു ഫാത്തിഹ പറഞ്ഞു ബനുവോതാൻ കൂടി ആമീനൊക്കെ പറഞ്ഞാല് ആ പലിശ വാങ്ങിയ കുറ്റം തീർന്നു പോവോ? ലോൺ എടുത്തതായിരിക്കുന്ന പാപം പുറത്തു പോവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാ. ഉള്ളതായ കുറ്റം കൂടലല്ലാതെ കണ്ട് മുസ്ലിയര് വന്ന് ഇറങ്ങി പോയതിന്റെ ശേഷം ഒരു പൈസക്ക് വിറ്റിട്ടില്ല നിങ്ങൾ പറയരുത്. അയാളുടെ കാലിവിടെ കുത്തിയതിന്റെ ശേഷം നിന്ന് നേരം പുലർന്ന് വൈകുന്നേരമായി ഈച്ചനാട്ടിയിരുന്നത് പോലാതെ കണ്ട് ഒരു പൈസക്ക് വിറ്റിട്ടില്ല. എന്തേ കാരണം? മുജരി ഇവിടെ ആ കുറ്റം മൂപ്പരാണിത്. അതേ സമയത്ത് മറ്റേ കുറ്റം മൂപ്പര് കണ്ടിട്ടില്ല. മൂപ്പര് അടക്ക ചോർന്ന് കണ്ടില്ല, ആന ചോർന്ന് പോയി കണ്ടില്ല. ഞാനിത് തുടങ്ങിയ മുതല് ഇത് ഹറാമായ മുതലാണോ ഹലാലായ മുതലാണോ? ഇതെല്ലാം എല്ലാ ആളുകളും വലിയൊരു ഉദ്ഘാടനം നിശ്ചയിക്കുക. എവിടുന്ന പൈസ പാസ്സാക്കിയ തന്നെ മറ്റോടുന്ന് പാസ്സാക്കിയതാ. എന്നിട്ട് പള്ളിക്കല മൂല്യറിനെയും തങ്ങളുടെയും ഹോജനൊക്കെ കൊടുന്നിട്ട് ചില ആളുകൾ തലയേസ് ഒരു ബദർമൂല് തോന്നും. വിജയർ പറഞ്ഞത് ബദർമൂല് ഓതിക്കൊടിയും. മറ്റേ വിവരം നമുക്ക് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ പേര് നമ്മുടെ എന്നെ പോലെ ആളുകളുടെ ജീവിതമല്ലേ, എന്താ ചോദിച്ചിട്ടും കാര്യമില്ല. ഒരു നാരിസലാത്ത് എന്ത് വേണേയല്ല വിജയരെ, ഒരു പ്രശ്നമില്ല, നമുക്ക് കച്ചവടം ഉണ്ടാവണമെന്നുള്ളൂ. അതേ സമയത്ത് ഇത്ര വലിയ എമൗണ്ട് ഒക്കെ കൊണ്ട് ഇടപാട് തുടങ്ങാതെ ഇവിടുന്ന പൈസക്ക് ഒന്നും കണ്ടിരുന്നില്ലല്ലോ, അതൊന്നും പറയണ്ട. ഞാൻ ബാങ്കിലേക്ക് ലോൺ എഴുതി കൊടുത്തതിന് കുറച്ച് മുമ്പ് അവിടെ പാസ്സായി. ഓ ഇല്ല ഹൈർ. ഇതാണ് നമ്മുടെ പരിപാടികൾ മുഴുവനും. അതിൽ നിന്നല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാവുന്ന അതിന് ശുഭത്തിന്റെ മുതൽ നല്ലതും കുറച്ചുണ്ടാവാ വിടക്കും ഉണ്ടാവാ. ഇത് കൊണ്ടൊക്കെ ഹജ്ജിന് പോയാൽ ഹജ്ജിന് യാതൊരു കുഴപ്പവുമില്ല, ബാഹ്യമായിട്ട് യാതൊരു കുഴപ്പവുമില്ല. അതേ സമയത്ത് അത് മബ്റൂറാകുമോ ഇല്ലേ എന്നുള്ള കാര്യം, മക്ബൂലാകുമോ എന്നതിൽ കബൂലുഹു, കബൂല് എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഒക്കെ എന്നുള്ളതാണല്ലോ. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ കൂടെ ആവണ്ടേ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. 4-ാമത്തെ മദ്ഹബ് പ്രകാരം നമ്മുടെ ഹജ്ജ് പൂർണ്ണവുമാവുകയില്ല. ഇനി അതോടുകൂടെ തന്നെ മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുകയാണെങ്കിൽ ഒമാ തുംഫിഖൂ മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി വ ഖൈറൻ വഅലമ അജ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അതിനെ ഖൈറായിട്ടും അജ്റ് വർണ്ണമായിട്ടും വലിയ പ്രതിഫലം ഉള്ളത് എത്തിക്കണം. അത് അള്ളാഹ് പൊരുത്തപ്പെടുന്നത് കൊണ്ടിട്ടല്ലേ അല്ലാഹു തആലാന്റെ വക്കൽ അജ്റ് വർണ്ണമാവുകയുള്ളൂ. അതുകൂടി നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം. ഇനി ഹജ്ജിന് പോകുന്നതായിരിക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് യുസ്തഹബ്ബു അൻ യസ്തക്സിറ മിനസ്സാദി വന്നഫഖ ലിവാസിയ മിനുൽ മുഹ്താജിന വലക്കും തയ്യിബൻ ലിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. ഹജ്ജിന് പോകുന്ന ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുക, ആവശ്യത്തിന് കൊണ്ടുപോകാവുന്ന പൈസ, ഭക്ഷണ സാധനങ്ങൾ, ഉപയോഗ സാധനങ്ങൾ നമുക്ക് ആവശ്യമാകും എന്ന് ഉറപ്പുള്ളതിനേക്കാൾ അല്പം കൂടി കൂടുതൽ കൊണ്ടുപോവുക. ഏകദേശം ഇപ്പൊ നമുക്ക് കൊടുത്ത സംഖ്യയുടെ പുറമെ ആയിട്ട് എത്ര ചെലവ് വരും? അപ്പോ അതിന്റെ മറുപടി കിട്ടിയത് 500 റിയാൽ ഉണ്ടായാൽ ഏകദേശമൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നാക്കി പോരാ. അപ്പൊ ഇവർക്ക് 1000 ദിർഹംസ് 1000 റുപ്യ റിയാൽ കൊണ്ടുപോവുക. ഉള്ള ആളുകളെ കുറിച്ചായി പറയുന്നത്. കൊണ്ടുപോവുകയും ചെയ്യാം, ഉണ്ടാവുകയും ചെയ്യാം. കൊണ്ടുപോയാൽ പിന്നെ അതിന്റെ മട്ടം പോലെ നിങ്ങൾ സൂക്ഷിക്കാന്നുള്ള ബാധ്യതയും കൂടി ഏൽക്കണം. കൊണ്ടുപോകാൻ പറയുന്ന ആള് സൂക്ഷിക്കാൻ കൂടെ ഉണ്ടായിക്കോളും എന്നില്ല. അത് കൊണ്ടുപോകണം, അത് നല്ലതാണ്. യുസ്തഹബ്ബു, അത് സുന്നത്താക്കപ്പെടും. അതുപോലെ ഭക്ഷണ സാധനങ്ങളാവട്ടെ, മറ്റൊരു യാത്രയിൽ ഉപയോഗിക്കാം എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത് മുഴുവനും അല്പവും കൂടി കൂടുതൽ എടുക്കുക. എന്തിനു വേണ്ടി? ലിവാസിയ മിൻഹുൽ മുഹ്താജീന. ഒരുപാട് എല്ലാവരും ഒരേപോലെ ആവുകയില്ല. ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ പലരും പല സ്റ്റേജുകാരാ. വലിയ വലിയ എമൗണ്ട് ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം ഒരു കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി പാവങ്ങളായിരിക്കുന്ന ആളുകൾ എത്ര 2-3-4 വർഷം മുമ്പ് കുറേശ്ശെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് അതെന്നെ കൂടെ എത്തൂലേ എന്നുള്ള നിനക്ക് പാവപ്പെട്ട ആളുകൾ പോകുന്ന ഈ ബലദിയിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന സാധുക്കള ആളുകളുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ.
അതേ സമയത്ത് ഒരു മാസത്തെ ശമ്പളം വാങ്ങിയാൽ തന്നെ ഹജ്ജിന് പോവുകയും ചെയ്യാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതാക്കുക, ബാക്കി എന്ത് ചെയ്യുക, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പോകാൻ പറ്റുന്ന ആളുകളുണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല. കാണുമ്പോൾ പതുക്കെ അങ്ങനെ ഉണ്ടായിരിക്കുന്ന പാവങ്ങളെ കാരണം ബാഹ്യമായിട്ട്, പക്ഷെ ഉള്ളിൽ വല്ല ഈ കാര്യത്തിലൊക്കെ നല്ല സൗകര്യമുള്ള ആളുകളുണ്ടാവാം. അതൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകളാണ്. ശുക്ർ നിലനിൽക്കുന്ന കാലത്തോളം അവന്റെ നിഅമത്തുകൾ ദായിമയാകും. അതിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ശുക്ർ കുറഞ്ഞാല് മദ്യത്തിൽ വെച്ച് മുറിഞ്ഞു പോകും, കൈവിട്ടു പോകും. ഏത് സമയത്ത് മുറിഞ്ഞു പോവാ. കാണുന്ന കയ്യിൽ നിറച്ച് കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ, അത് വേണ്ട മാർഗത്തിൽ വേണ്ടതുപോലെ ചെലവഴിക്കുന്ന ആളുകൾക്ക് എന്നും അത് കൈ ഇങ്ങനെ നിറഞ്ഞു കാണാം. ഇല്ലെങ്കിൽ ഏത് സമയത്തും കൈവിട്ടു പോവാ എന്ന് മാത്രമല്ല, കൈ കാട്ടി ഇറക്കേണ്ട ഗതികേട് വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഗൾഫ് നാട്ടിലൊക്കെ വന്നിട്ട് കൂടുതൽ ഞാനിവിടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ അള്ളാഹു അവന്റെ റസൂലും നമ്മെ പഠിപ്പിച്ചതിൽ അത്ഭുതം പലവും കാണാൻ സാധിച്ചു. ഒരു സഹോദരൻ ഞാനിവിടെ വന്ന കാലത്ത് വലിയ കച്ചവടക്കാരനാ. അയാൾക്ക് വലിയ അയാളുടെ ബോക്സിലാണ് കുറെ മുസ്ലിയാക്കന്മാർക്ക് കത്ത് വരാം, റെഡിമെയ്ഡ് കച്ചവടവും അതുപോലെ പല ആളുകളുടെ കച്ചവടങ്ങളുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, പെട്ടെന്ന് കുറച്ച് കാലം കഴിഞ്ഞ് കച്ചവടം അങ്ങനെ കുറഞ്ഞു വന്നത് പൊളിഞ്ഞു. അങ്ങനെ ഞാനൊരു പള്ളിയിൽ ഒരു സ്വലാത്തോ മൗലൂദ് എന്താറിയില്ല, ആ പള്ളിയിലുള്ള ഉസ്താദ് ക്ഷണിച്ചു. അതിന് വേണ്ടി പോയപ്പോ ഇയാളുണ്ട് അവിടെ. അതിൽ കുറച്ചു കാലം കാണാതായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ആ പരിപാടിക്കൊക്കെ വന്നുകൂടി ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ പരിപാടിയൊന്നുമില്ല. അപ്പൊ ആ കൊണ്ടുപോയ ഉസ്താദ് എന്നോട് പറഞ്ഞു, അയാളുടെ കാര്യങ്ങൾ കേൾക്കണ്ടേ. വളരെ വിഷമത്തിലാ. കിടക്കാൻ അയാൾക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടും അയാളുടെ വേണ്ടപ്പെട്ടവരെ സ്വീകരിക്കാത്തത് കൊണ്ടും ഇവിടെ പള്ളിയിൽ വന്ന് കിടന്നോളാൻ ഞാൻ സമ്മതം കൊടുത്തു. ഭക്ഷണത്തിന് യാതൊരു കഴിവുമോ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ എനിക്ക് കിട്ടാവുന്ന ഭക്ഷണ സൗകര്യങ്ങളിൽ നിന്നും അയാൾക്ക് ഒരു ഓഹരി ചേർത്തിരിക്കുകയാണ് എന്നാ. ഇവർ കേരളത്തിലെ ആളാണെന്ന് വെച്ചോളി. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി, പഠിച്ചവനെ ഇത്ര വലിയൊരു സൗകര്യമുള്ള ഒരു മനുഷ്യനെ നമ്മുടെ ഈ ദൃഷ്ടിയിലും നമ്മുടെ കുറഞ്ഞ സമയത്തിനുള്ള ഇങ്ങനെ നീ പരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലാ. ഇതുപോലെയുള്ള ദാരിദ്ര്യങ്ങൾ ഒരു നിലക്കും ഞങ്ങൾക്ക് ആർക്കും എത്തിക്കല്ല അല്ലാ. എത്ര ഗൗരവമുള്ള സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വൽ ഫാഖത്തി. പടച്ചോനെ, കുഫ്രിയത്തിനോട് തുല്യമായ ഒന്ന് ഫഖ്റ് എന്ന് പറയുന്ന കാര്യത്തിലുണ്ട്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ. ഫഖീറത്തരം എന്ന് പറയുന്ന കട്ടപ്പാടുകളില്ലേ, അത് കുഫ്രിയത്തിലേക്ക് കൂട്ടുന്നതാണ്. തെക്കൻ പ്രദേശത്ത് നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ നാട്ടിൽ നിന്നും തൊഴിൽ കിട്ടാതെ കണ്ട് ദാരിദ്ര്യത്തിൽ കുടുങ്ങിയിട്ട് കോഴിക്കോട് ജില്ലയിൽ പോയപ്പോ എവിടെ ചെന്നാലും പണിയില്ല, അപരിചിതനായതുകൊണ്ട് പണിക്കിർത്താൻ ധൈര്യമില്ല. അങ്ങനെ ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ്. അങ്ങോട്ട് മുസ്ലിമികളൊന്നും പോകുന്നു കാണുന്നില്ല. പക്ഷേ സഹിക്കാൻ വയ്യാത്ത വിശപ്പ് കൊണ്ട് കയറി ചെന്നു. എന്താണ് പേര് ചോദിച്ചപ്പോ എന്റെ പേര് അന്തോണിയാണ്. താന്തോണി എന്നല്ല, അന്തോണി. കൂടി അറിഞ്ഞ എന്ത് ചെയ്യാ നസ്രാണിയാണ്. മുസ്ലിമാണ് ചെന്നത് കേട്ടോ. എന്തേ ഇയാളെ പറയാൻ പ്രേരിപ്പിച്ചത്? അയാളെ കട്ടപ്പാടുകളാകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിലുള്ള പ്രവചനങ്ങള് എത്ര പെട്ടെന്നാണ് സാധുക്കളായ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നത് സഹോദരന്മാര്. അപ്പൊ അതുകൊണ്ട് വലിയ വലിയ നിയമത്തുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? വേണ്ട വൃത്തിയിലേക്ക് അനാവശ്യമായി ചെലവഴിക്കാതെ കണ്ട് അള്ളാഹുവിന്റെ റസൂലും സാലിഹ്യങ്ങളുടെ റൂട്ടുകളും മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ചെലവഴിച്ചോ, നിന്റെ മരണം വരേക്കും നിന്റെ സന്താനങ്ങളുടെ നിലനിൽപ്പുള്ള കാലം മുഴുവനും നിങ്ങൾ നിയമത്തിലാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു പറയാണ്, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെയും തരാം. നേരെ മറിച്ച് കൊണ്ടുപോയില്ലേയും കഫർത്തും, നിങ്ങൾ നന്ദി കെട്ടവരാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് വളരെ ഗൗരവമാണ്, നിങ്ങൾ ഓർക്കണേ. അത്ര വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു യാത്രക്ക് വേണ്ടി പോകുന്നതായ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉള്ളതിനേക്കാണ് കൂടുതലായി കൊണ്ടുപോകുന്നതിനു വേണ്ടി ലിവാസിയ ബിഹിൽ മുഹ്താജീന, ആവശ്യമുള്ളതായിരിക്കുന്ന ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. സഹായങ്ങൾ എങ്ങനെ? വെറുതെ കൊടുക്കേണ്ടതുണ്ടാവും, അതുപോലെ കടം കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാകാം. കടം കൊടുക്ക മാന്യന്മാരായിരിക്കുന്ന ആളുകൾക്ക് വെറുതെ കിട്ടുന്നത് അവരുടെ അഭിമാനത്തിന്റെ മോശമാണ്. അപ്പോൾ ചില ആളുകളൊന്നും സ്വീകരിക്കുകയില്ല. അതേ സമയത്ത് അവർക്ക് പൈസക്കോ സാധനങ്ങൾക്കോ ആവശ്യമുണ്ട്, അപ്പൊ കടമായിട്ട് കൊടുക്കണം. എത്ര പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിന്റെ ബൗണ്ടറിയിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് ലക്ഷമായ പ്രതിഫലങ്ങളാണ്. ഒരു നന്മക്ക് അള്ളാഹു കൊടുക്കുന്നതായ പ്രതിഫലങ്ങൾ ലക്ഷമായ പ്രതിഫലങ്ങളാണല്ലോ. ബറക്കത്താക്കപ്പെട്ട സ്ഥലം, എല്ലാ അമലുകൾക്കുള്ള പ്രതിഫലങ്ങളെ കൊണ്ട് ബറക്കത്താണ്. അമ്പിയാക്കന്മാര് സാലിഹ്യങ്ങളുടെ കാല് പതിഞ്ഞത് കൊണ്ട് ബറക്കത്താണ്. മലായിക്കത്തിന്റെ സഞ്ചാരം കൊണ്ട് ബറക്കത്താണ്. ഖിയാമത്ത് നാൾ വരേക്കും ആ നാട്ടിലെത്തിയിട്ടാ സഹായിക്കുന്നത്. കടം കൊടുക്കുകയാണ്, കുറച്ച് പൈസ കൊണ്ടാ അവിടെ എത്തിയതിനു ശേഷം ഞാൻ തരാം, എന്റെ പൈസ എന്ത് ചെയ്തു? തീർന്നുപോയി. അതല്ലെങ്കിൽ പോക്കറ്റ് അടിച്ചു പോയി എന്നും ചിന്തിക്കാം. വളരെ ശ്രദ്ധിക്കണം പോക്കറ്റ് അടിക്കുന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടക്ക് പോയ സമയത്തും ഒരാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. പോക്കറ്റ് അടിച്ചതോ നഷ്ടപ്പെട്ടു പോകുന്ന അയാൾക്ക് പറയാൻ ഉറപ്പില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞു വന്നപ്പോൾ കാണാനില്ല, പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നു, അതും പോയി. വലിയ കാര്യമായ രേഖകളും ടിക്കാർഡുകളൊന്നും ആളുകൾ ഡ്രൈവർ ലൈസൻസ് ഒന്നും അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പിന്നെ അമ്മ ഉണ്ടായില്ല.
പക്ഷെ അയാൾ നല്ലൊരു വ്യക്തിയാണ്, 2-3 വർഷമായിട്ട് ഒപ്പം ഉംറക്ക് പോരലും മജ്ജൊക്കെ ചെയ്ത ആളാണ്. ഒരു ഫിക്രും അയാൾക്ക് ഉണ്ടായില്ല. ആ സാറില്ല പോട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചു പോകുമ്പോ നന്ന ചെറിയ പൈസ അല്ല, കുറച്ച് പൈസ ഒക്കെ ഉണ്ട്. മൂപ്പർക്ക് ഒരു ഫിക്രും ഇല്ല, കുറച്ച് പൈസ ഒക്കെ അവിടെ നിന്ന് കടം വാങ്ങി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തി. അതേ സമയത്ത് ഈ പറയുന്ന എന്റെ അടുത്തൊക്കെ 10 റുപ്യ പോയാലും ആകെ പാടി കണ്ണൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ് എന്താ 10 റുപ്യ പോയിക്കണത്. നമുക്ക് 10 ലക്ഷത്തിന്റെ സാധനം അത് വേറെ പ്രശ്നം. പക്ഷെ നമുക്ക് ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയാൻ തന്നെ കഴിയുള്ളൂ, ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിപ്പിക്കുക എന്നല്ലാതെ ക്ഷമിക്കണ്ടേ? അതുകൊണ്ട് പൈസ കൊണ്ടുപോകുന്ന ആളുകൾക്ക് സൂക്ഷിക്കാനുള്ള വഴികളൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും പിന്നെ ഒന്നും കൂടി പറഞ്ഞു തരണ്ട്. യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഒരു അബദ്ധമുള്ളതല്ല. യാത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കും പൈസ ഒന്നും എൻ്റെ അടുത്ത് പോവില്ല, ഞാൻ സൂക്ഷിക്കും, വലിയ വമ്പടിക്കും. അവർക്ക് അറിയാൻ പോവാ 1000 പോയവരും 3000 പോയവരൊക്കെ പല പ്രാവശ്യം നമ്മുടെയൊക്കെ പിന്നെ കൂട്ടത്തിൽ സംഘത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് ഇവരത് പൈസ ഉണ്ടായിരുന്നതെന്ന് തന്നെ അറിയാം. ഒരു പ്രാവശ്യം പോകുന്ന ആളുടെ 3000 ദിർഹംസ് പോയി, ബസ്സിന് പോകുന്ന ആൾ തന്നെയായിരുന്നു. അപ്പോഴാണ് ഇയാൾ പൈസക്കാരനാണെന്ന് വിവരം തന്നെ അറിയുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളെല്ലാവരും സദക്ക പിരിച്ചു കൊടുത്ത ആൾ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. ഒരു മാന്യന്മാരായ ആളുകൾക്ക് ചേർന്നതും അല്ലല്ലോ അത്. അപ്പൊ അയാൾക്ക് നമ്മൾ കടം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നാൽ ആ സമയത്ത് കടം കൊടുക്കുന്നത് സദക്കനേക്കാണ് അഫ്ളലാകുന്നു. ഒരു ചോദ്യമുണ്ട്, സദക്ക ചെയ്യലാണോ കടമായിട്ട് സർക്കാരിന് വെറുതെ കൊടുക്കുക, അതാണ് ധർമ്മം ചെയ്യലാണോ അതല്ല കടം കൊടുക്കലാണോ? അത് സാഹചര്യങ്ങളെ കൊണ്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിഷമം കട്ടപ്പാടൊക്കെ വന്നാല് സദക്ക സ്വീകരിക്കില്ല. അയാളുടെ വ്യക്തിപരമായ മാന്യതക്കും കുടുംബപരമായ മാന്യതക്കും അത് മോശമാണെങ്കിൽ അയാൾ സദക്ക സ്വീകരിക്കില്ല. ആ സമയത്ത് അയാൾക്ക് ഏറ്റവും വലുതെന്താ? നമ്മൾ ദാനം കടമായിട്ട് കൊടുക്കലാവുന്നു. അപ്പൊ ആ ആവശ്യത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും കുറച്ചുണ്ടായിക്കോട്ടെ, വെറുതെ എങ്ങനെ തിരുമ്പിട്ട് കൊണ്ടുപോയാൽ കഴിഞ്ഞു കൂടും. ഇവിടെ ഒന്നാ പോലെ ആവശ്യം ഉണ്ടാവും. ഈ ഭരണമാരിയൊന്നല്ല, അവിടെ ചെന്നാൽ 100 പെരുവൈക്കാരോ. അപ്പൊ ഒക്കെ പേടി അവർക്ക് ആയി ചേർന്ന പിന്നെ അവർക്ക് എന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ ഒന്നും ഒട്ടിപ്പിടിച്ച് കൊണ്ടുപോകണ്ട. കുറച്ച് പൈസ ഒക്കെ കൂടുതലുള്ളവരൊക്കെ കയ്യിൽ വെച്ചോളി, വളരെ സൂക്ഷിക്കണം എന്ന് മാത്രം. അതുപോലെ ബാക്കി ഉപകരണ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നതൊക്കെ വളരെ കൂടുതൽ കുറച്ച് സാധാരണത്തെക്കാളൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതും മബ്റൂറാവുന്ന ഹജ്ജിന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചു കളയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അതോടുകൂടെ ആ കൊണ്ടുപോകുന്ന വസ്തുക്കളെ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നല്ല സന്തോഷത്തോടു കൂടെ ആയിരിക്കണം കൊടുക്കണം. വെറുതെ കൊടുക്കുന്നതും അങ്ങനെ തന്നെ, അതല്ല കടം കൊടുക്കുന്നതും സന്തോഷത്തോടു കൂടെ ആവണം. ഒരാൾക്ക് എന്ത് ചെയ്യാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, സന്തോഷത്തോടു കൂടെ കൊടുക്കേണ്ടതാവുന്നു. ത്വയ്യിബായ മനസ്സോടുകൂടെ ത്വയ്യിബായ സാധനത്തിനെ കൊടുക്കണം. ഉൽ മുറാദു ബി ത്വയ്യിബിൽ ജയ്യദു, നല്ല സാധനം കൊടുക്കുക, ഉപയോഗിക്കാൻ പറ്റാവുന്ന കൊടുക്കുക, ആവശ്യത്തിന് മതിയാവുന്ന കൊടുക്കുക, നല്ല ത്വയ്യിബുൻ നഫ്സ് എന്ന് പറയപ്പെടുന്ന മനപ്പൊരുത്തത്തോടു കൂടെ കൊടുക്കുക. ഞാൻ മജബൂറായിട്ട് ആളത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ കുടുങ്ങിപ്പോയി, കൊടുക്കാതിരിക്കാൻ യാതൊരു ഉറവില്ല. അപ്പൊ ഞാനത് കൊടുത്തു, ആ കായും പോയി, എല്ലാം പോയി. അതേ സമയത്ത് മനസ്സറിഞ്ഞിട്ട് വളരെ റാഹത്തോടുകൂടെ ചെയ്താലോ അൽഹംദുലില്ലാ ഒരിക്കലും അത് പാഴാവുകയില്ല. അപ്പൊ നല്ല മനസ്സോടുകൂടി ആവുക. അതാണ് മാ തുൻഫിഖൂ മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി ഖൈറൻ വഅലമ അജ്റ. നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ചെയ്താൽ അത് ഖൈറായിട്ടും അജ്ർ ആലമായിട്ടുമാണ് നിങ്ങൾ അതിനെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കുക. ഇന്നല്ലെങ്കിൽ നാളെയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇന്ന് ആ കൊടുത്തതായ വാങ്ങിയതായ ആളുകളുടെ ദുആ നമുക്ക് കിട്ടുന്നതാണ്. പരിശുദ്ധമായ മക്കായിലേക്കും മദീനയിലേക്കൊക്കെ ഹറമൈനിലേക്ക് പോകുന്ന ആളുകൾ എത്ര ആളുകളാണ്. പോരാത്ത ആളുകൾ തന്നെ പൈസ സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടി? അതിന്റെ അജ്ർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്ഥലം. അവിടെ എത്തിയാലും തന്നെ ചെലവഴിക്കാൻ ഏതൊരു ബഖീലിനും മടിയില്ല. പക്ഷേ മുമ്പത്തെ പോലെ ഇപ്പൊ ആളുകൾ ഇങ്ങനെ കൈകാട്ടി നടക്കുക എന്നുള്ളത് പഴയ കാലം അപേക്ഷിച്ചിട്ട് കുറവാ. മുമ്പൊക്കെ നല്ല സാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകൾ, അതായത് കണ്ണ് കാഴ്ച ഇല്ലാത്ത ഹാഫിദുൽ ഖുർആൻ എന്ന് പറയുന്ന ആളുകൾ വരിവരിയായിട്ട് ഇങ്ങനെ നാം നിസ്കരിച്ചു പോരുമ്പോഴും അതുപോലെ സംസം കിണറിന്റെ അരികിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓതിയിരുന്നു. അവർക്കൊക്കെ നമുക്ക് പൈസ കൊടുത്ത നല്ല പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഇഷ്ടംപോലെ ആളുകൾ കൊടുത്തിരുന്നു, നിയമപരമായി തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കള്ളന്മാരാ കൂടുതലുണ്ട്. ഈ കക്ക നടക്കുന്ന ആളുകളും കയ്യേട്ടാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ നേരത്തെ കണ്ടില്ലേ. ഇതുപോലെയുള്ള ആളുകൾ വന്നപ്പോ ആകെ എന്ത് ചെയ്തു, ഒരു അയ്ബായ സംഗതിയായി. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് കാര്യമായി അതിനെ നിരോധിച്ചു. എന്ന് മാത്രമല്ല, ഹറമിന്റെ ഉള്ളിൽ വെച്ച് കണ്ട് ആരെങ്കിലും കൊടുക്കുന്നത് കണ്ട ആൾക്കും കുറ്റമാണ്. കുറ്റം അള്ളാന്റെ കുറ്റമല്ല ഞാൻ പറയുന്നത്, അവരുടെ ഭാഗത്തിൽ നിന്ന് സീഡികൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് വാങ്ങാൻ നടക്കുന്നതിനെ പിടിച്ചുകൊണ്ട് അതിന്റെ പൈസയും പോകും. ചിലപ്പം കൈ ഒടിഞ്ഞതും കാലൊടിഞ്ഞതും ഒക്കെ ഈ കാരണം നമ്മൾ കാരണമായി അതും പോയി പോകുന്ന ഒരു സാഹചര്യമാണ്. ഹജ്ജിനോട് അടുത്ത കുറഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെ കുറച്ചൊക്കെ ആളുകളൊക്കെ നടക്കുന്നില്ലാതെ എത്തിക്കാൻ നമുക്ക് പ്രയാസമാണ്. പിന്നെ അവിടൊക്കെ കൂടുതലായിട്ട് വളരെ വിഷമിച്ച് കഴിയുന്ന ഇബാദത്തുമായി കഴിയുന്ന നമ്മളൊക്കെ ചെല്ലുമ്പോൾ പരിചയമുള്ള ആളുകളൊക്കെ പലപ്പോഴും ഉണ്ടാകും. ഒരു പ്രതീക്ഷ ഉണ്ടാകും, ഇന്ന സംഘത്തിലൊക്കെ ആൾ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തരുന്ന പൈസകൾ അതിനെ പറ്റാവുന്ന ആളുകളൊക്കെ ഏൽപ്പിക്കല. ഏതായിരുന്നാലും അതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ പ്രതിഫലം കിട്ടുന്നില്ല, എന്താവണം? നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നല്ലത് കൊണ്ടുമാവണം. ഹറാമായ മുതല് കൊണ്ട് ഒരാൾ സദഖ ചെയ്താല് ആ ഹറാമ് ചെയ്ത കുറ്റവും ഉണ്ടാകുന്നു. നാളെ ആഖിറത്തിൽ ആ സദഖ ചെയ്തതായ വസ്തുക്കൾ ഇവന് കേടായി സാക്ഷി പറയുമെന്ന് ഹബീബായ നബി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മളെന്തെങ്കിലും ആൾക്കാരുടെ സാധനങ്ങളെ കട്ടിട്ടും അതുപോലെ കള്ളക്കടത്തൊക്കെ പാടില്ലാത്ത സംഗതികളൊക്കെ അങ്ങും ഇങ്ങും തിരുമറികളൊക്കെ ചെയ്തിട്ട് നേർച്ചയാക്കാം.
ഇത് സ്വലാത്തിലിരിക്കാൻ വേണ്ടി നേർച്ചയാക്കുന്നുണ്ട്. നാട്ടിൽ ചെന്നാൽ 4444 സ്വലാത്തിന്റെ ഫലായിലുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? അതിനെ മൂപ്പർക്ക് ഉപയോഗപ്പെടുത്തി. സഹോദരന്മാരെ, ആ സ്വലാത്തിന് വേണ്ടി ഉപയോഗിച്ചതായ സാധനങ്ങൾ മുഴുവനും നാളെ ആഖിറത്തിൽ നെഞ്ചത്തേക്ക് അടിച്ചുകൊണ്ട് ഇവനെ പിടികൂടി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അത് സഹായകരമാകും. വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല. നാരിയത്ത് സ്വലാത്ത്, അതുപോലെ കുത്തുബിയത്തുകള്, റാത്തീബുകള്, മൗലിദുകള്, അതുപോലെയുള്ള സാധനമൊന്നും വേണ്ടാത്ത ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നേർച്ചയാക്കി പോകരുത്. ഗൾഫിലേക്ക് പോരാൻ വേണ്ടി ഒരു വിസക്ക് ശ്രമിച്ചു, കിട്ടുന്നില്ല. പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തോ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു നാരിയത്ത് സ്വലാത്ത് ചെല്ലിച്ചിട്ട് ദ്വാരന്നിട്ട് അതിന്റെ ഉള്ളിൽ ആന്തരികമായി കിടക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങാനും ഒക്കെ ഒരു കുഴപ്പവുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് പോലെ ഈ കച്ചവടത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഒരുപാട് ആളുകളിൽ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ ചെക്കുകളൊക്കെ മടങ്ങിയാൽ ഇന്ന് രാത്രി പോലീസ് വന്ന് പിടിക്കും, സിഐഡി പിടിക്കുന്നു കണ്ടാൽ ഇവിടെ ചാടുമ്പോ ഞാൻ നാട്ടിൽ ചെന്ന് ഒരു നാരിയത്ത് സ്വലാത്ത് ചെല്ലിക്കാ പോയി കാര്യം. അവിടെയാണ് പിടുത്തം പോവാ, ആ പോലീസ് പിടിക്കുക. അള്ളാന്റെ പോലീസുകൾ അവിടെ വെച്ച് പിടിക്കും. വളരെ ശ്രദ്ധിച്ചോ. ഈ ആദി തട്ടിപ്പുകളൊന്നും അള്ളാഹുവിന് മുമ്പിൽ നടക്കുകയില്ല. എത്ര ആളുകളൊക്കെ ഈ ആദി തോന്നിവാസം ചെയ്ത് നാട്ടിലൊക്കെ മാന്യന്മാരായിട്ട് പൂജന്മാരായി കുംഭകുലുക്കി നടക്കുന്ന ആളുകളില്ലേ, നാളെ ആഖിറത്തിൽ അവരുടെ കുംഭകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മശ്റയിലുള്ളതായിരിക്കുന്ന സർവ്വ ആളുകളും അള്ളാഹുവിനോട് അഭയം തേടുന്ന ഗതികേട് വരും. അള്ളാഹു നമ്മുടെ അന്തസ്സുകളും അഭിമാനങ്ങളും രണ്ട് ലോകത്തും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട. ഈ ഒരു ചാൻ വയറിന് വേണ്ടി തോന്നിവാസം ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ നിൽക്കണ്ട. ലാ യംലഉ ജൗഫബിനി ആദമയ ഇല്ല തുറാബ്. ഏതൊരു മനുഷ്യനുക്കും ബോധി തീരുക, ആഗ്രഹം തീരുക എന്നുള്ള ഈ ലോകത്തുണ്ടാവുന്ന കാര്യമല്ല. അവന് പിന്നെയും ലൗകാന ലിബിനിയാദമ വാദിയാനി ലബുത്തവായകൂന ലഹു സാലിസ. 3 മല വലിയതായ വഹദ് മലയോട് തുല്യമായ സ്വർണ്ണക്കുന്ന് അവന്റെ പേരിൽ തന്നെയാണ്. ഉറപ്പാണ്. എത്ര മുറിച്ചെടുക്കാൻ ഒരു പ്രശ്നവുമില്ല. അപ്പൊ 4ാമത്തെ ഒരു കുന്ന് അവിടെ കിട്ടാനുണ്ട് എന്ന് കാണുമ്പോ ഈ 3 കുന്നിൽ പകുതി മുറിച്ചെടുത്തിട്ടെങ്കിലും ആ 4ാമത്തെ കൂടി മേടിക്കാൻ വേണ്ടിയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ സ്വഭാവങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പോലത്തുള്ള ഒരു ജീവിതം ഈ സമയത്തെങ്കിലും നമുക്ക് സഹായകരമാവട്ടെ. അതിനു വേണ്ടി ഞാൻ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിൻ തയ്യിബാതി മാ കസബത്തും, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾ അധ്വാനിച്ചതായ ഒന്നിന്റെ നല്ലതിൽ നിന്ന് ചെലവഴിക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും, നിങ്ങൾക്ക് ഭൂമി ലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ സൗകര്യങ്ങളായി ലഭിച്ചതിൽ നിന്നും നിങ്ങൾ നല്ലത് നോക്കി ചെലവഴിക്കണം. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂ, നിങ്ങൾ വിടക്ക് ചെലവഴിക്കാൻ പാടുള്ളതല്ല. വിടക്ക് നിങ്ങൾ ചെലവഴിക്കരുത്. വിടക്ക് എന്ന് പറഞ്ഞാൽ ആ സാധനം ഹറാമായ സാധനമാണ്. അത് ഏത് നിലക്ക് ഹറാമായി? അത് വസ്തുവിലേക്ക് അപേക്ഷിച്ചത് കൊണ്ട് ഹറാമായതല്ല. പൈസ മൊത്തത്തിൽ അത് ഹലാലാണ്. പക്ഷെ ആരാ എന്റെ പൈസ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഹറാമായി. അതുപോലെ തന്നെ ഭക്ഷണ സാധനം ഹലാലാണ്. പക്ഷേ മറ്റവന്റെ പൊരുത്തില്ലാത്തതായ വസ്തുവിൽ കൂടെ വന്നത് കൊണ്ടാണ് ഇത് ഹറാമായത്. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ സംഗതിയാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ അവിടെ പോയി തിരിച്ചു വന്നു എന്നല്ലാതെ കണ്ട് നിങ്ങളുടെ ഹജ്ജൊന്നും പൂർണ്ണമാകുകയില്ല. ഇനി 7ാമതായ ഒരു സംഗതി പറയുന്നു, യുസ്തഹബ്ബു തർക്കുഹു അൽ മുമാകഹത ബിമാ യസ്തരീഹി ലി അസ്ബാബിൽ ഹജ്ജ് വകദാ കുല്ലു ഷൈഇൻ യതഖറബു ബിഹി ഇലല്ലാഹി തആല. പിന്നെ ഹജ്ജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കൊള്ളുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്ന വിഷയത്തിൽ തർക്കം പിടിക്കാൻ പാടുള്ളതല്ല. നാം ഹജ്ജിന് പോകാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ, വസ്തുക്കൾ വാങ്ങണം. ഇപ്പൊ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും പഴയ കാലങ്ങളെ പോലെയല്ലോ, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലാണല്ലോ. എല്ലാ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങൾ, മുമ്പൊന്നും ഭക്ഷണ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ അവിടെ പോയിട്ട് സ്വയമായിട്ട് ഉണ്ടാക്കി കഴിക്കലാ. ഇവിടെ ഗൾഫിൽ നിന്നും കുറെ കാലമൊക്കെ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഭക്ഷണം, റൂം, പിന്നെ ബെഡ്, തലയാണ എല്ലാം അവിടെ ഉണ്ടാകും. നമ്മൾ കൊണ്ടുപോകുന്ന അത്ര തന്നെ നളീഫായിക്കൊള്ളണമെന്നില്ല. എല്ലാം അവിടെ ഉണ്ടാകും. ഒന്നുകൊണ്ട് യാതൊരു പ്രശ്നവും വിഷമങ്ങളൊന്നും ഇല്ല. എന്നാൽ ബാക്കി പിന്നെയും നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ, ചില്ലറ ചില സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് തരും. അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്ന വിഷയത്തില് അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്ന വിഷയത്തില് അമിതമല്ല എന്ന് തോന്നുമ്പോൾ ആ വിഷയത്തിൽ തർക്കം പിടിക്കുക എന്നുള്ള കാര്യം പാടുള്ളതല്ല. ആ തർക്കത്തെ ഉപേക്ഷിക്കല് ഹജ്ജ് മബ്റൂറായ ആകാൻ വേണ്ടി സഹായകരമാകുന്ന കാര്യമാകുന്നു. ഒരു കടയിൽ പോയി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വന്ന് കൊണ്ടുപോകല. സാധാരണ മതി. ഒരു പ്ലേറ്റ് അതിനെടുത്ത് നോക്കി, ഒരു പ്ലേറ്റിന് ഇപ്പൊ ഇത്ര വലിയൊരു വില ഒന്നും വരില്ല. ഏറെ എടുത്തു നോക്കിയപ്പോ എന്ന് പറഞ്ഞതിന് 5 റുപ്യ വില. ഓ, ഇത്ര വലിയ വില ഉണ്ടാ? 2 റുപ്യ അട്ടെ. 2 റുപ്യ നിട്ട വില ഇല്ല. 2.5 അട്ടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? വേറെ കടയിൽ പോയി നോക്കണ്ട. നമ്മൾ വേറെ കടയിൽ നോക്കാം. അങ്ങനെ പോകുമ്പോൾ ഇടങ്ങണ്ട് തിരിച്ചു നോക്കണം കേട്ടോ, വിളിക്കണുണ്ടോന്ന്. പിന്നെ അറിയാതെ 5 റുപ്യ കിട്ടുന്നു. ആര് വിളിക്കാനാ? മറ്റേ കടയിൽ കയറി അവിടെ ചെന്ന് നോക്കുമ്പോൾ അതേ സെയിം വില തന്നെ 5 റുപ്യ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? ഇവിടത്തേക്കാണ് 1/2 റുപ്യ കൂടി ചോദിച്ചു. ഒരേ ഇല്ല അറിഞ്ഞു. 3ാമത്തെ പിടിയിലും കയറി. ഇങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി ഏകദേശം അതിന്റെ ഒരു സാമാന്യ നിരക്കാണെന്ന് മനസ്സിലായ പിന്നെ ആ വിഷയത്തിൽ തർക്കം പിടിക്കരുത്.
അത് തുണി വാങ്ങുന്നിടത്താവട്ടെ, വേറെ സാധനങ്ങൾ വാങ്ങുന്നിടത്താവട്ടെ, ഇതൊന്നും ഒരു മാന്യന്മാർക്ക് ചേർന്നതും കൂടിയല്ലല്ലോ. ഹജ്ജിന്റെ വിഷയം എന്ന് മാത്രമല്ല ഒരു മാന്യതയുമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അപ്പൊ മാർക്കറ്റ് അനുസരിച്ചല്ലാതെ അതിന്റെ മീത വില പറയുമ്പോൾ ഉള്ളതൊക്കെ വാരി കൊടുക്കാന്നൊന്നും ഇതിനർത്ഥം നിങ്ങൾ ആരും വെക്കുകയില്ലല്ലോ. നിങ്ങൾ വലിയ മഹാന്മാരും യോഗ്യന്മാരുമാണല്ലോ. അതൊന്നും അർത്ഥവും അതിനില്ല. അതല്ലാത്ത നിലയിൽ സാധാരണഗതിയിൽ ഇപ്പൊ ഹജ്ജിനൊക്കെ നമ്മൾ ആൾക്കാരെ വിളിച്ച് ചോദിക്കുക, പരിചയമില്ലാത്ത ആൾക്കാര്, ഇപ്രാവശ്യം എത്ര പൈസ കുറവൊന്നുമില്ലേ, ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? എന്ത് ഡിസ്കൗണ്ട്? അത് കഴിഞ്ഞ പ്രാവശ്യം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ 2 ആൾക്കാരുണ്ട്, എന്നിട്ട് ഡിസ്കൗണ്ട് എന്താ കിട്ടുക? 50 റുപ്യ ഇട്ടു, അല്ലെങ്കിൽ 100 റുപ്യ ഇട്ടു. എന്താ അത് അപ്പൊ തന്നെ പോരുമ്പോ ദൂരം വന്നാളാ വല്ല പീടിയിലൊക്കെ കയറി ഒരു 2 ബിരിയാണി അടിച്ച് പണി കഴിഞ്ഞു. എന്ത് ഡിസ്കൗണ്ട്? ഇപ്പൊ ആ നാണക്കട് ബാക്കിന്നില്ല. എന്ത് കിട്ടി? വളരെ പോരായ്മ അത് ജനങ്ങളുടെ ഇടയിൽ. അതിന് പുറമെ നല്ലൊരു ആവശ്യത്തിന് വേണ്ടി ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്നൊരു സൗകര്യം, അള്ളാഹുവിന്റെ ഫറലായ ഒരു അമല് നിർവഹിക്കാൻ വേണ്ടി എന്റെ അധ്വാനത്തിന്റെ വയർപ്പ് തുള്ളികള് ഞാൻ അള്ളാഹു ലക്ഷമായ പ്രതിഫലങ്ങളും എന്നെ പൂർണ്ണമായ മുസ്ലിമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുപോലെയാണ് അതിൽ തർക്കം പിടിക്കല്, അത് എനിക്ക് ചേർന്നതല്ല എന്ന് ചിന്തിക്കാൻ ഈ വിഷയത്തിൽ ആരും തയ്യാറാവുന്നില്ല. സമ്പത്തിന്റെ കാര്യമായതുകൊണ്ട് അവിടെ എന്തെങ്കിലും 10 റുപ്യയുടെ കാശ് ലാഭം കിട്ടുക എന്നൊരു ചിന്താഗതികൾ അത്ര നല്ലതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഏകദേശം വരുന്ന 800 കൊല്ലത്തിന്റെ മുമ്പയായി പറഞ്ഞു വെച്ചു. ഏകദേശം 800 കൊല്ലത്തിന്റെ മുമ്പയായി അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ എത്ര നല്ല ആളുകളാണ്. അപ്പൊ അവരൊന്നും ഇങ്ങനെ തർക്കിക്കുന്നവരാവണമെന്നില്ല, എന്നാൽ ഉണ്ടാകുകയും ചെയ്യാം. പക്ഷേ അവരെല്ലാവരും ദീർഘദൃഷ്ടിയുള്ള ആളുകളായതുകൊണ്ടും അല്ലാഹുവിന്റെ സാലിഹ്യങ്ങളും ഔലിയാക്കളായതുകൊണ്ട് കാലശേഷം വരുന്ന ആളുകൾ സാമ്പത്തികമായി വളർന്നാലും അവർ ലുബ്ധന്മാരായി തീരാം. എന്നിട്ട് മീൻ മാർക്കറ്റിൽ പോണ വിഷയമല്ല. മീൻ മാർക്കറ്റിൽ പോയത് ചീഞ്ഞതാണോ, കണ്ണ് ചോന്നതാണോ, ഇതൊന്നും മാറ്റി തരുന്നു വേണ്ട. അല്ലെങ്കിൽ മണ്ണിന് 10 റുപ്യ പറയുമ്പോ 8 റുപ്യ ചോദിക്കുക, അതുപോലല്ല ഇത് വിഷയം. ഇതൊരു ഇബാദത്തിന് വേണ്ടിയാണ്. പ്രത്യേകമായി പറഞ്ഞു, ഏതൊരു ഇബാദത്തിന് വേണ്ടി കുല്ലു ശൈഇൻ യുതഖറബു ബിഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാവുന്ന എന്തൊരു സാധനമാവട്ടെ അത് വാങ്ങുന്ന സമയത്തൊക്കെ. ഇപ്പൊ നമുക്ക് നാട്ടില് പെരുന്നാളിന് ഉളഹിയത്ത് ഇറക്കണം, അത് നമ്മുടെ വീട്ടിൽ കുഞ്ഞിനെ പ്രസവിച്ചു, ആൺകുട്ടിയോ പെൺകുട്ടി എന്താവട്ടെ, ആ കുട്ടിക്ക് വേണ്ടി ഒരു ഹക്കീക്കല്ലട്ട, അയിനാണ്, ഹക്കീക്കത്തല്ല. ഹക്കീക്കത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊള്ള യോജിപ്പിക്കാന്നല്ല, വാക്ക് അത്തീക്കാനാ, അയിന അത്തീക്ക, അത് അറക്കണം. അതിന് എന്ത് ചെയ്യാം? ചന്തയിൽ പോയിട്ട് ഒരു പോത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഒരു കാളനെ വാങ്ങണം. ആ കാളക്ക് അവിടെ എല്ലായിടത്തും ഇന്ന് കിട്ടാവുന്ന വില ഒരു 10,000 റുപ്യ. ഈ കാളക്ക് ഏകദേശം ഒരു 200 കിലോ ഉണ്ടാകും. 10,000 റുപ്യ പല സ്ഥലത്ത് നടന്നു നോക്കുമ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരു 10,000 റുപ്യ അതിന് കൊടുക്കണം. അങ്ങനെ ഏകദേശം അതിന്റെ ആ രൂപങ്ങൾ, ഷെർത്തുകളൊക്കെ സ്വഭാവങ്ങളൊക്കെ ഒത്തിണങ്ങിയത് ആ ഒരു പോത്തിനേറ്റ് കണ്ടുമുട്ടി. അപ്പൊ ഇവൻ അതിന്റെ മേൽ വീടുന്നില്ല. അത് എങ്ങനെയെങ്കിലും 8 റുപ്യക്ക് തന്നെ കിട്ടണം. 8,000 റുപ്യക്ക് വേണ്ടി അതിന് ഒരാളെ പൊടിച്ചു, ഒരു പൊരുത്തുകാരൻ പറഞ്ഞ ഒരു 3-ാമത്തെ ഓനെ ഓന് കൊടുക്കണ കാര്യം ഇത് കൂടി കണക്കൂട്ടിയാൽ ചെങ്ങായിക്ക് 10 വാങ്ങിയാൽ മതി. പക്ഷെ ഇവർക്ക് ഒരു ധൈര്യം കിട്ടുന്നില്ല. ഇങ്ങനെ അതിന്റെ മേൽ കെട്ടിക്കൊടുക്കുക. ചന്തയിലുള്ള കച്ചവടങ്ങളൊക്കെ കൊടുന്ന് വിൽക്കുന്ന ആൾക്ക് ചില സൂത്രം ഉണ്ടാവും, വാങ്ങുന്ന ആൾക്കും ചില സൂത്രങ്ങൾ ഉണ്ടാവും. പിന്നെ അതെല്ലാം ചെയ്യുക എന്നത് അത്ര നല്ലതല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. വിൽക്കുന്ന ആളുകൾ അവരുടേതായ മര്യാദകൾ അവർ ശ്രദ്ധിക്കണം. വാങ്ങുന്ന ആളാണെങ്കിൽ ഒരു ഇബാദത്തിന് വേണ്ടിയാണ് ഞാൻ വാങ്ങുന്നത്, ഇനി 10 റുപ്യ പോയാലും അതൊരു സദക്കാന്റെ മാർഗത്തിൽ കൂടെ അങ്ങോട്ട് പോകട്ടെ, അത് സാരമില്ല എന്ന് വെക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബാദത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങുന്നത്, ഉലഹിയത്തിന് വാങ്ങുന്നതാവട്ടെ, അഖീഖത്തിന് വാങ്ങുന്നതാവട്ടെ, നേർച്ചയാക്കിയിട്ട് അറക്കാൻ വാങ്ങുന്നതാവട്ടെ, അത് മുഴുവനും എന്താവണം? ഈ രൂപത്തിലുള്ളതാവണം. സാധാരണ നമ്മൾ വല്ല ഏത്തറക്കാന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഉണ്ട്. എന്റെ വീട്ടിലൊരു ആടുണ്ട്, ആടിന് ഗർഭമുണ്ട്, അത് പ്രസവിച്ചാൽ ഒരു കുട്ടിനെ ഉലഹിയത്തിറക്കാനുള്ള ആ നേർച്ച സഹിയല്ല, അത് സഹിയാവുകയില്ല. ആ കുട്ടിനെ, അതാ ഒരു കുട്ടി ഉണ്ടായിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളിന് തന്നെ അതിനെ അറക്കണം എന്നാ. അഥവാ അർത്തില്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിച്ചു പോയാല് അതിന് ബദലായിട്ട് അറക്കണം. അർത്തില്ലെങ്കിലും കുറ്റക്കാരനും ആകും. എന്തുകൊണ്ട്? നേരത്തെ നേർച്ചയാക്കിയ സഹിയായി ഉണ്ടായിരുന്നില്ല. അറക്കപ്പെടുന്ന സാധനത്തിന് അതിന്റെ വയസ്സുകളും രൂപങ്ങളൊക്കെ ഒത്ത സാധനം ആ അറക്കുന്ന സമയത്ത് അങ്ങനത്തെ സാധനം ആയിരിക്കണം വാങ്ങേണ്ടത്, അറക്കുന്നത്. ആദ്യം ചെറുപ്പത്തിൽ മേടിച്ച് നിർത്തിയിട്ട് ഉലഹിയത്ത് നേർച്ചയാക്കിയിട്ട് 2 വയസ്സോ അല്ലെങ്കിൽ 1 വയസ്സോ തികഞ്ഞാൽ പോരാ എന്നർത്ഥം. പലരും ചോദിക്കാറുണ്ട്, മസാലകളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. എന്റെ വീട്ടിലൊരു പശു ഗർഭമായപ്പോ തന്നെ ഞാൻ നേർച്ചാക്കിയത്, അത് കുട്ടി മൂരിക്കുട്ടി കാളക്കുട്ടിയാണെങ്കിൽ അതിന് ഉലഹയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് നേർച്ചാക്കി സന്തോഷം പറയുന്നതാ, വിവരം പറയുന്നതല്ല. അപ്പൊ അതൊന്നും നമുക്ക് ചേർന്നല്ല. ഏതായാലും ആവട്ടെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇബാദത്തിന്റെ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന കാര്യത്തിലൊന്നും നിങ്ങൾ സാമാന്യ വിലയേക്കാൾ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിലോ തർക്കിക്കണം. തർക്കിക്കാൻ കൊടുക്കാൻ പാടില്ലല്ലോ. നമുക്ക് തബ്ദീർ, ഇളാഅത്തുൽ മാൽ എന്നൊക്കെ പറയുന്ന മുതലേ ആവശ്യമില്ല ചെലവഴിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ അറിയില്ല. ചിലയിടത്തൊക്കെ ഇതാണ് മാർക്കറ്റിൽ ഒരു ശരിക്കുള്ള വിലയില്ല. അപ്പൊ നമ്മൾ പോകുന്ന സൗദി അറേബ്യയിലെ ഹജ്ജിന്റെ സമയത്ത് ഒരു കൃത്യമായ വിലകളൊന്നുമില്ല. അപ്പൊ അവിടെ ചെന്നാൽ ചില സാധനത്തിന് 10 റുപ്യ, അടുത്ത കടയിൽ ചെന്നാൽ ആ സാധനം തന്നെ 5 റുപ്യ കിട്ടും.
ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമുക്ക് എന്താ ചോദിക്കാൻ യാതൊരു വിരോധമില്ല. അതല്ലാത്ത ഇങ്ങനെയുള്ള ഒരു നീതിയായ രൂപത്തിൽ നടക്കുന്ന നിലവാരത്തിൽ നിങ്ങളുടെ ഇബാദത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ തർക്കം പിടിക്കുക എന്നുള്ളത് അത്ര ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഈ കാര്യം ഉണർത്തിയിരിക്കുകയാണ്. പിന്നെ എന്തോ ചോദ്യം, നിസ്കാരം ഓതാമെന്ന സമയത്ത് അവർക്ക് എല്ലാ ദിവസം ഇല്ലല്ലോ, അവർക്ക് ആ ദിവസം അവർക്ക് ഇല്ലാതെ കൂട്ടില്ല, എണ്ണത്തിൽ കൂട്ടില്ലല്ലോ. അപ്പോ എണ്ണത്തിൽ കൂട്ടാവുന്ന പരിഗണിക്കപ്പെടാവുന്ന സമയമാണ് സ്ത്രീകൾക്ക് ഏത് സൂറത്തുൽ മുൽക്ക് ഓതണമെന്ന് പറഞ്ഞതിനെ പറ്റി ഒരാൾ ചോദിച്ചതാ. ഒക്കെങ്കിലും തബാറക്ക സൂറത്ത് ഓതിയാൽ ഖബറിന്റെ അദാബ് ഉണ്ടാവുകയില്ല. അപ്പൊ സ്ത്രീകൾക്ക് പിന്നെ ഹൈള് നിഫാസിന്റെ സമയത്ത് ഓതാൻ കഴിയുകയില്ല. അപ്പൊ അവരെന്താ വേണ്ടത്? അവർക്ക് ആ സമയത്ത് ഇബാദത്ത് കൊണ്ട് കൽപ്പന ഇല്ലാത്തത് കൊണ്ട് ആ സമയമൊക്കെ നേരത്തെ ഓതിയതായ സമയത്തിനോട് ചേർന്ന് കിടക്കുകയാണ്. ഇത് കൂട്ടുകയില്ല. ആ സമയത്ത് അവർ ഓതാത്തവരല്ല, ഓതിയതായ പ്രതിഫലങ്ങളാ. അള്ളാഹുവിന്റെ എതിരാണ് അവർക്കുള്ളത്, അവരുടെ എതിരുകളല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രതിബന്ധങ്ങളാണ്, അതിൽ അവർ മജ്ബൂറായതാണ്. ചില സ്ത്രീകൾക്ക് നോമ്പ് വെക്കാൻ കഴിയണ്ട, എത്ര വിഷമമുണ്ടാവും അവർക്ക്. നോമ്പ് വെക്കുന്ന വിഷയത്തിൽ സ്ത്രീകളാണല്ലോ മുമ്പന്തിയില്, പുരുഷന്മാര് അതിൽ പിൻപന്തിയിലാ. ഇവിടൊക്കെ വരുമ്പോ നോമ്പ് വെക്കാൻ ചില ആളുകളൊക്കെ നിർബന്ധിതരായിട്ട് എല്ലാവരും നോമ്പ് വെക്കും. നാട്ടിലൊക്കെ പോയാല് തെണ്ടി മൈസർട്ടുകൾ നോമ്പ് വെക്കില്ല. അതേ സമയത്ത് വീട്ടിലുള്ള പെണ്ണുങ്ങളോ ആ വിഷയത്തിൽ ഒന്നാം പറ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പെണ്ണുങ്ങൾ കുറെ പിന്നാക്കാണ്. പലരും ഇങ്ങനെ പറയണ കേൾക്കാൻ, പെണ്ണുങ്ങൾ പറഞ്ഞാൽ നിസ്കരിക്കാൻ പറയുമ്പോൾ ചൂടാകണം. നിസ്കരിക്കാൻ പറയുമ്പോ ചൂടാവണം. ചൂടാവേണ്ട അർത്ഥം തീയിൽക്കിട്ട് ചൂടാക്കേണ്ടി വരും, അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ആ ഓതുക എന്നുള്ള കാര്യം അവർക്ക് ആവശ്യമുള്ളതല്ല. പിന്നെ ഈ വക സമയങ്ങളിൽ ആരോ ഒരാൾ ചോദിച്ചിരുന്നു, ബിസ്മില്ലൊന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. അതായത് പാടില്ലാത്ത സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമുക്ക് ഏത് സമയത്തും ആവശ്യമുള്ളതാ. സുന്നത്തായ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാതെ ദിക്ർ എന്നുള്ള മുറാദ് പ്രകാരമാണ് ഉപയോഗിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോഴും നല്ല സാധനങ്ങളും കൂടി സ്വീകരിക്കുമ്പോഴൊക്കെ നാം ബിസ്മി ചൊല്ലുക എന്നുള്ളത്. അതുപോലെ ഒരു വാഹനത്തിൽ കയറുകയാണെങ്കിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ആ പാടില്ലാത്ത സമയത്ത് ഒരു പെണ്ണ് വാഹനത്തിൽ കയറുമ്പോൾ അവൾക്ക് അത് ചെല്ലൽ സുന്നത്താണ്. എന്തുകൊണ്ട്? ദിക്റാണ്. ഒരു മരിച്ചു എന്നുള്ളതായ വാർത്ത അല്ലെങ്കിൽ വല്ല മുസീബത്തുകൾ കേട്ടാൽ അവൾക്ക് എന്ത് ചെയ്യണം? ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയലും സുന്നത്തുണ്ട്. അതൊക്കെ ഖുർആൻ ആയത്താണെങ്കിൽ തന്നെ അതൊരു ദിക്ർ എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശപ്രകാരം അതെല്ലാം പറയാം. ഇതിനോട് ബന്ധിച്ചുകൊണ്ട് ഞാൻ അത് ഉണർത്തിയതാണ്. പിന്നെന്താ ചോദ്യം? ബാങ്ക് ഡിപ്പോസിറ്റ് റോഡ് പണിക്ക് ഉപയോഗിക്കാമോ? അല്ലാഹു അലം ബിമുറാദിഹി ബിദാലിക. എനിക്കറിയുകയില്ല. ബാങ്ക് ഡിപ്പോസിറ്റ് റോഡ് പണിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്കറിയുകയില്ല. അല്ലാഹു അലം ബിമുറാദിഹി ബിദാലിക. അത് വേറെ നിങ്ങൾ അന്വേഷിക്കാം. മനസ്സിലായി? ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലിശ ഉദ്ദേശിക്കുന്ന ആ പലിശ മുതൽ തന്നെ ഞാൻ എങ്ങനെ പറയാക്കെ അറിയില്ലല്ലോ. ചോദിച്ച നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ വിഷയത്തിൽ ഞാനും സമനാണ്, എനിക്കറിയില്ല. പിന്നെ മുത്തുപ്പേട്ടെ എന്താണ് സ്ഥലം? അള്ളാഹുവിന്റെ മലായികത്തുകൾ സഞ്ചരിക്കുന്ന സ്ഥലം. അവന് ഫർളായ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ മസ്ജിദ്. ഖൈറുൽ ബിഖാഇ മസാജിദുഹാ. ലോകത്ത് ഏറ്റവും പുണ്യമായ സ്ഥലം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിനോടൊരു സംഭാഷണം നടത്തിയാൽ പിന്നെ ഞാൻ പറയാന്ന് പറയുകയും ആ സംഭാഷണത്തിന് ശേഷമായിട്ട് പറഞ്ഞു ഖൈറുൽ ബിഖാഇ മസാജിദുഹാ. ഏറ്റവും ഗുണകരമായത് അത് അള്ളാഹുവിന്റെ പള്ളിയാണ്. ശർറുൽ ബിഖാഇ അസ്വാഖുഹാ എന്നും കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുത്തു. ശർറുൽ ബിഖാഇ ഏറ്റവും മോശകരമായത് മാർക്കറ്റുകളാകുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന സ്ഥലമൊക്കെ മോശമെന്നല്ല. മാർക്കറ്റുകളിൽ നിർബന്ധിത അവസ്ഥയിൽ പരദൂഷണം, ഏഷണി, കളവ്, വഞ്ചന, അളത്തത്തിൽ മറിക്കുക, തൂക്കത്തിൽ മറിക്കുക, എണ്ണത്തിൽ മറിക്കുക, ഇതൊക്കെ പൊതുവെ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. ആർക്കെല്ലാം ഇല്ലാതെ പറയാൻ പറ്റുമോ? പറയാൻ കഴിയുകയില്ല. എന്തെല്ലാം നല്ല നുണകൾ വിട്ടെങ്കിലേ 10 ഉറുപ്പിക വിൽക്കാൻ കഴിയുള്ളൂ. നല്ല എ ക്ലാസ് നുണ, 1ാം നമ്പർ, 100 വല്ല എന്ന് പറഞ്ഞ വഖഫോട് കൂടെ അള്ളാനെ വിളിച്ചിട്ട് അവൾ എന്ത് ചെയ്യണം? സാധനങ്ങൾ ഇങ്ങനെ നോക്കി പിടിച്ചിട്ട് ഒറിജിനൽ പ്യൂർ സാധനമാണെന്ന് സത്യം ചെയ്തല്ലാതെ ഇന്ന് ആളുകൾ അധികം സാധനം വാങ്ങാൻ തയ്യാറാവാത്തൊരു കാലം. അതുകൊണ്ട് ആ സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുള്ള സമയങ്ങളൊക്കെ കഴിക്കുന്നത് അത് ഷർറായിരിക്കുന്ന സമയങ്ങളാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ മലായികത്തിന്റെ കേന്ദ്രമാവുന്ന ബൈത്തുൽ മഅമൂർ എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ ശാഖാപരമായിരിക്കുന്ന അനന്തരികളാവുന്ന പള്ളിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് എന്നൊരു ഗുണം തന്നെ. ഇത് ജീവിതത്തിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത്ര സമയം ഇരിക്കാതെ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്തിൽ നമ്മൾ ആരെ പറ്റി ഒന്നും പറഞ്ഞില്ല, കള്ളത്തരം പറഞ്ഞില്ല, വഞ്ചിച്ചില്ല, ചതിച്ചില്ല, ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഇരിക്കല്ലേ. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ശ്രദ്ധിച്ചിട്ട്.
وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഉസ്താദാകുന്ന ഗുരുനാഥനാകുന്ന മഹാനായ ശൈഖുനാ വക്കീൽ റളിയല്ലാഹുവിനോട് ചെന്നുകൊണ്ടിട്ട് എനിക്ക് പഠിച്ചതൊന്നും പെട്ടെന്ന് മനസ്സിൽ തലച്ചോറ്റിൽ കയറി ഉറച്ചിരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉസ്താദ് മോനോട് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന, മോനെ നീ മഅസിയത്തുകൾ ചെയ്യരുത്, അല്ലാഹുക്ക് മാറ് കാണിക്കുന്ന സ്വഭാവം നിന്നിൽ നിന്ന് മാറ്റിവെക്കണം. ഒരിക്കലും തന്നെ നീ അല്ലാഹുക്ക് വെറുപ്പാകുന്ന ഒരു കാര്യം ചെയ്യരുത്. എന്നിട്ട് പറയുന്നു, ഖാല ശൈഖുനാ റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഇൽമു നൂറുല്ലാഹ്, ഇൽമു അല്ലാഹുവിന്റെ നൂറാണ്. അപ്പൊ അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇബ്ലീസിന്റെ ഇൽമോ? അത് ഇൽമല്ല.